സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവശാസ്ത്രങ്ങളുടെയും സാരമായ ശ്രീമദ് ഭാഗവതം ഇതിനോട് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്നാണ്. അതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. പോരാത്തതിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞപ്പോഴേക്കും വളരെ അതിൻ്റെ ഗൗരവം മുഴുവൻ അതിൽ വന്നു. വെറും ചില കഥകൾ പറയലല്ല, അതിൽ വലിയ വലിയ ആശയങ്ങൾ, തത്വങ്ങൾ നമ്മളെ ബോധിപ്പിക്കേണ്ടെന്നാണ്. അപ്പോൾ ഒരു ശാസ്ത്രം പഠിക്കുന്ന ഒരു ഗൗരവത്തോടു കൂടി ശ്രദ്ധയോടുകൂടി വേണം അത് ശ്രവിക്കാൻ എന്ന് പഠിപ്പിക്കുക. ഒരു ജ്യോതിശാസ്ത്രം, ജ്യോതിഷഗ്രന്ഥം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ശ്രദ്ധിക്കണം, വ്യാകരണഗ്രന്ഥം പഠിക്കുകയാണെങ്കിൽ എത്ര ശ്രദ്ധിക്കണം, തർക്കശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഏതൊരു ശാസ്ത്രവും പഠിക്കുന്ന ആ ഗൗരവം ശ്രീമദ് ഭാഗവതത്തിന് കൊടുക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് പത്മപുരാണത്തിൽ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. മനസ്സിന് പരമശാന്തി കിട്ടാൻ, മനസ്സ് അതീവ ശുദ്ധമായിട്ട് തീരാൻ ഈ ഭാഗവത ശ്രവണം പോലെ മറ്റൊരു വേറെ മാർഗമില്ല എന്നാണ്. നാന്യ പന്ഥ വിദ്യത്തെ അയനായ എന്നൊക്കെ ഉപനിഷത്തിൽ പറയണ പോലെ വേറെ മാർഗമൊന്നുമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആരംഭിക്കുന്നത്. പിന്നെ ഒരു കാര്യവും കൂടിയും പറഞ്ഞു. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. വേദ താൽപ്പര്യമാണ് ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും എന്നാണ്. ചില പദങ്ങളെ എടുത്ത് വ്യാഖ്യാനിച്ചാൽ തന്നെ വേദത്തിൻ്റെ സാരം പലതും പല മന്ത്രങ്ങളുടെ അർത്ഥം പറയേണ്ടി വരും. അങ്ങനെ സംഗ്രഹിച്ചിരിക്കുക. ഇതിഹാസ പുരാണാനാം സാരം സാരം സമുദ്രതം. ഇങ്ങനെ പലതും നോക്കുമ്പോഴാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. അപ്പോൾ വലിയ വലിയ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പല പുരാണങ്ങളിലായിട്ട് പറഞ്ഞ് ഇതൊക്കെ കൂടി ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വിഷമമാവുന്ന കണ്ട് എന്താണ് മാർഗം പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി വന്നതും വ്യാസഭഗവാന്റെ അടുക്കെ സർവശാസ്ത്രങ്ങളിലെ സാരമെടുത്ത്, സർവപുരാണങ്ങളിലെ സാരമെടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കുക. എന്നാലേ കലികാലത്തെ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അനേക ശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഹ എന്നാണ്. ഒന്നാമത് ബുദ്ധിശക്തി കുറവ്, ആയുസ്സിന് ബലം കുറവ്, ശാസ്ത്രങ്ങളാണെങ്കിൽ അസംഖ്യം, അല്പമായിട്ടുള്ള ആയുസ് കാലം. അപ്പോൾ എന്തു ചെയ്യും? ഇത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാരം ഗ്രഹിക്കണം. ഹംസോ യഥാ ക്ഷീരമിവ അമ്പുമിശ്രം. കുറേ വെള്ളം ഒരല്പം പാലും കൂട്ടിച്ചേർത്തുണ്ടെങ്കിൽ ഹംസം എങ്ങനെയാണോ അതിൽ നിന്ന് ആ പാല് മാത്രമായിട്ട് എടുക്കുന്നത്, അതുപോലെ എല്ലാ ശാസ്ത്രത്തിൻ്റെ സാരം ഗ്രഹിക്കണമെന്നാണ്. അതാണ് പാരമഹംസ്യ സംഹിത. പരമഹംസന്മാരുടെ
എല്ലാത്തിൻ്റെ സാരമെടുത്ത് നിർമ്മിച്ച സംഹിതയാണ് ഈ ശ്രീമദ് ഭാഗവതം. യസ്വാനുഭാവം, ഇതിനൊരു വിശേഷണം കൊടുത്തു. സ്വാനുഭാവം, തൻ്റേതായിട്ടുള്ള ഒരു പ്രഭാവത്തോട് കൂടിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം, മറ്റൊന്നിനുമില്ലാത്തത്. അഖില ശ്രുതി സാരം, എല്ലാ ശാസ്ത്രങ്ങളുടെയും വേദമന്ത്രങ്ങളുടെ സാരമാണ്. അഖില ശ്രുതി സാരം ഏകം, ഇതുപോലെ ഇത് മാത്രമേ ഉള്ളൂ, അതാണ് ഏകം എന്ന് പറഞ്ഞാൽ. ഏകം ആധ്യാത്മദീപം, സർവ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ അധ്യാത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് അധ്യാത്മദീപം. അതിതിതീർഷതാം തമോന്ധം സംസാരിണാം, അജ്ഞാനമാകുന്ന അല്ലെങ്കിൽ ഈ സംസാരമാകുന്ന സാഗരം കടക്കുന്ന ആളുകൾക്ക്, ആ സംസാരമാകുന്ന ഇരുട്ടിനെ തരണം ചെയ്യണം എന്നുള്ള ആൾക്ക് നല്ല പ്രകാശം കൊടുക്കുന്നതാണ്. പുരാണാർക്ക, സൂര്യനെ പോലെ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്, പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. സൂര്യൻ ഉദിച്ചങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിക്കിലും ഇരുട്ടിനിരിക്കാൻ പറ്റില്ല. എല്ലാ പദാർത്ഥങ്ങളും കയറായിട്ട് കാണും, സർപ്പമായിട്ട് കാണും. ഇതൊക്കെയാണ് സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത. അതുപോലെ എന്താണ് സത്ത്, എന്താണ് അസത്ത് എന്നൊക്കെ വ്യക്തമാക്കി കാണിച്ചു തരുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് അങ്ങനൊരു പുരാണം ഈ ലോകത്തിന് മറ്റൊന്നിനോടും സാദൃശ്യമില്ലാത്ത ഒരു ശാസ്ത്രം സ്വഭാവം, പുരാണത്തിൻ്റെ സ്വഭാവം കാണാം എല്ലാം തികഞ്ഞിട്ടുള്ള ഈ മഹാഗ്രന്ഥം. ഇത് ഏതൊരാചാര്യനാണോ ഈ ലോകത്തിന് ഉപദേശിച്ചത്, ആ വ്യാസപുത്രനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് നമസ്കരിച്ച്, ഇങ്ങനെയൊക്കെയാണല്ലോ ആ ഒറ്റ ശ്ലോകത്തിലുണ്ട് ഭാഗവത്തിൻ്റെ മഹത്വം മുഴുവൻ. അപ്പം അത് നമുക്കൊരല്പസമയം കേൾക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം. എന്താണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള അവസരം കിട്ടൽ, ഇതാണ് ജീവിതത്തിൽ വലിയ ലാഭം എന്നാണ്. ലാഭോ മദ്ഭക്തിരുത്തമ, ഇങ്ങനെയുള്ള കഥ കേൾക്കുക, മനസ്സ് ഭഗവാനിലായി തീരാ ഒരു ശുദ്ധി കിട്ടുക, ഇതാണ് ജീവിതത്തിലെ വലിയൊരു ലാഭം. മറ്റ് ലാഭങ്ങളൊക്കെ ലാഭം എന്ന് തോന്നേയുള്ളൂ, വലിയ വലിയ നഷ്ടമാണ് വാസ്തവത്തിൽ. ഇങ്ങനെയുള്ള സത്സംഗം ഇത് കേൾക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ആകെയുള്ള ആയുസ്സിൽ വലിയ ലാഭം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് എന്നൊക്കെ ഒന്ന് അനുസ്മരിച്ചു. പിന്നെ ഈ വിശേഷ ഗ്രന്ഥത്തിൽ 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ഉള്ള ഈ ശ്രീമദ് ഭാഗവതത്തിൽ 100 പ്രകരണമുണ്ടെന്നാണ്. പ്രകരണം എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു വിഷയത്തെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗം. ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് അതിൻ്റെ എല്ലാ സംശയങ്ങളും തീർത്ത് പ്രതിപാദിച്ചാൽ അതൊരു പ്രകരണമാണ്. അങ്ങനെ ഓരോ ഭാഗം എടുക്കുമ്പോൾ 100 പ്രകരണങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലെന്ന്. വലിയ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിന് സംസ്കൃതത്തിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ വ്യാഖ്യാനം എഴുതിയ ആളുകൾ പറയണു, വ്യാഖ്യാതാക്കൾ പറയണു, സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ 100 പ്രകരണങ്ങൾ കാണാം. അതാണ് ശതവിച്ഛിത്തി സംയുതാഹ, 100 പ്രകരണങ്ങൾ ഇതിലുണ്ട്. 100 വിഷയങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ സംശയം തീർത്തെന്നാണ്. വേദത്തിൻ്റെ സാരമാണല്ലോ. വേദത്തിൽ എന്താ പറയണതെന്ന് ചോദിച്ചാൽ ജ്ഞാനം കർമ്മച ഭക്തിശ്ച, ഈ 3 വിഷയമേ ഉള്ളൂ. ചിലപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ കർമ്മത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ച് പറയും. ജ്ഞാനം കർമ്മച ഭക്തിശ്ച. ഈ ശ്രീമദ് ഭാഗവതത്തിലും ഏത് പ്രകരണം എടുത്താലും ഇത് തന്നെ വിഷയം. ജ്ഞാനം കർമ്മച ഭക്തിശ്ച, ഇതാണ് ഭാഗവതത്തിലെ ഓരോ പ്രകരണത്തിൻ്റെ 100 പ്രകരണം എടുത്താലും ഇത് തന്നെ നമുക്ക് കേൾക്കാം. ചിലപ്പോൾ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭാഗങ്ങളാവും അധികം, ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണാം. ചിലപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഭാഗമുണ്ടാവും. ഒരു 5 അധ്യായങ്ങൾ തുടർച്ചയായിട്ട് കർമ്മകാണ്ഡത്തിൻ്റെ സാരം പറയും. അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. ചിലപ്പോൾ ഭക്തി പ്രധാനമായിട്ട് കാണാം. അപ്പോൾ ഏത് പ്രകരണം എടുത്താലും ജ്ഞാനം കർമ്മ ഭക്തി ഈ 3 എണ്ണാവും. എന്നാൽ ചില പ്രകരണത്തിനൊരു വിശേഷമുണ്ട്, ഇത് 3 കാണാം.
അതുപോലെയുള്ള ഒരു വിശേഷ പ്രകരണമാണ് ചിത്രകേതുവിൻ്റെ അത്ഭുതമായ ചരിത്രം. ആ ചിത്രകേതുവിൻ്റെ സ്തുതിയാണല്ലോ നമ്മുടെ ഇന്നത്തെ ഇവിടെ വിചാര വിഷയം. അതുകൊണ്ട് അത്രയും സന്ദർഭം പറഞ്ഞു. ആ സന്ദർഭം അറിഞ്ഞുകൊണ്ട് വേണം അതിനെ നമുക്ക് സമീപിക്കാൻ. അപ്പം ചിത്രകേതു ഉപാഖ്യാനത്തിൻ്റെ ഒരു വിശേഷം അതാണ്. പിന്നെ വേറെ ചില വിശേഷങ്ങൾ കാണാം. ഒരു 5 അധ്യായം സാധാരണയായിട്ട് എടുത്താൽ ഭാഗവതത്തിലെ ചെറുതോ വലുതായിട്ടുള്ള ഒരു സ്തുതി വരുന്നതാണ്. ഒരു 5 അധ്യായം എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗം എടുത്താലും വേണ്ടില്ല, അവിടെ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സ്തുതി, ഒരു സ്തോത്രം കാണാമെന്നാണ്. അപ്പോൾ ഓരോ സ്തുതികളും ഓരോ വിശേഷം. വേദസ്തുതി നമ്മൾ കാണുന്നു ദശമത്തിലെ അവസാനം. വേദസ്തുതി വിശേഷമായിട്ടുള്ള ഒരു ഛന്ദസ് കൊണ്ടാണ് സ്തുതിക്കുന്നത്. ആ സ്തുതി അവിടെ മാത്രമേ ഉള്ളൂ. ഗോപികാഗീതം എന്നൊരു വിശേഷ സ്തോത്രമുണ്ട്. ആ ഛന്ദസ് അവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. യുഗളഗീതം എന്നൊരു ഭാഗമുണ്ട്. അവിടെ ആ ഛന്ദസ് അവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആ സ്തോത്രത്തിൽ. ഇങ്ങനെ എല്ലാ ഭാഗത്തിനൊരു വിശേഷം ഉണ്ടാവും. അതുപോലെ ചിത്രകേതു ഉപാഖ്യാനത്തിലും ചിത്രകേതുവിൻ്റെ സ്തുതി ഒരു വിശേഷ വൃത്തത്തിലാണ്. മാത്രാവൃത്തം എന്ന് പറയും. മറ്റൊക്കെ ഗണവൃത്തമാണെങ്കിൽ ഇത് മാത്രാവൃത്തം, മാത്രം നോക്കിക്കൊണ്ടുള്ള. അപ്പം അങ്ങനെ പലതുകൊണ്ടും വിശേഷമുണ്ട്. ജ്ഞാനത്തെക്കുറിച്ച് നല്ല പോലെ പ്രതിപാദിച്ചിട്ടുണ്ട് ചിത്രകേതു ഉപാഖ്യാനത്തിൽ. ഭക്തിയോഗത്തിൻ്റെ രഹസ്യമാണെങ്കിൽ അതും അതിലുണ്ട്. ആ കർമ്മകാണ്ഡത്തിൻ്റെ രഹസ്യമാണെങ്കിൽ അതും കാണാം. എല്ലാം കൂടി ചേർന്ന് ഒരു വിശേഷ പ്രകരണമാണ് ചിത്രകേതു ഉപാഖ്യാനം. ഇത് പറയേണ്ടി വന്നതോ നല്ല ഉത്തമനായിട്ടുള്ള ഒരു ഗുരു ഉപദേശിക്കണു. എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരു ശിഷ്യൻ പരീക്ഷിത്ത്. വക്താവ് ശ്രോതാവ് എങ്ങനെ വേണമെന്നൊക്കെയാണല്ലോ 1-ാം സ്കന്ധത്തിൽ കാണിച്ച്. പരമവിരക്തനായി മനസ്സിന് അത്രയും ഏകാഗ്രത ജിജ്ഞാസുവായിട്ട് ഇരിക്കുന്ന ഒരാളെ ശിഷ്യൻ, അത് പരീക്ഷിത്ത്. പരിതാഹ ഈക്ഷത, എവിടെയായാലും ഭഗവാനെ മാത്രം അന്വേഷിക്കുന്ന ആൾ, അതാണ് പരീക്ഷിത്ത്. പരിതാഹ ഈക്ഷതെ, ചുറ്റും നോക്കുന്നു, ഈശ്വരനെ എല്ലാ ദിക്കിലും നോക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ കണ്ടിട്ടുള്ള പരമചൈതന്യത്തെ വീണ്ടും പുറത്തു വന്നപ്പോഴും അത് തന്നെ നോക്കുന്ന ആൾ പരീക്ഷിത്ത്. അപ്പോൾ സർവാത്മന സർവദാ ഈശ്വരനെ മാത്രം അന്വേഷിക്കുന്ന ഒരാൾ, ഈശ്വര തത്വം അറിയണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ശിഷ്യൻ. മറ്റ് ശുകനാണ്. അങ്ങനെ നല്ല മനോഹരമായിട്ട് വർണ്ണിക്കുന്ന ആൾ. വ്യാസഭഗവാനാണ് പേരിട്ടത് എന്നാണ്. വ്യാസഭഗവാന് പുത്രനുണ്ടായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ വന്ന് പേരിട്ടു എന്ന ശുകനെ പോലെ പറയുണ്ടല്ലോ. അതുകൊണ്ട് ശുകൻ എന്നാവട്ടെ പേരെന്ന. തത്തകളെപ്പോലെ തെറ്റുകൂടാതെ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ. അത്രയും സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ശുകവത് മനോജ്ഞം ബ്രൂതേ, ശുകത്തെപ്പോലെ മനോജ്ഞമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ശുകം എന്നാവട്ടെ പേര് എന്ന് വ്യാസൻ്റെ അടുക്കെ സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചു എന്ന് മറ്റ് പുരാണങ്ങളിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ശുകബ്രഹ്മർഷിയാണ് തൻ്റെ അച്ഛന് പോലും മകനേന്ന് വിളിച്ച സമയത്ത് വൃക്ഷങ്ങളിൽ കൂടെ വിളി കേട്ട് ആ ജ്ഞാനം ഉണ്ടാക്കി കൊടുത്തത്. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ. വ്യാസഭഗവാന് പോലും ഏതൊരു ശുകബ്രഹ്മർഷിയാണോ ഉപദേശം കൊടുത്തത് വൃക്ഷങ്ങളിൽ കൂടെ വിളി കേട്ടുകൊണ്ട് ആ ശുകനെ നമസ്കരിക്കണമെന്നാണ്. അപ്പോൾ അത്രയും യോഗ്യനായിട്ടുള്ള ആൾ ഗുരുനാഥൻ. നല്ല ഉത്തമനായിട്ടുള്ള ഗുരുവും ഉത്തമനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ശിഷ്യന്മാരും വരുമ്പോഴാണല്ലോ അവരുടെ സംഭാഷണത്തിൽ നിന്നാണ് നല്ല അറിവ് ശാസ്ത്രങ്ങൾ ഉണ്ടാവുക. അത് കേൾക്കുന്നവർക്ക് സർവേഷാം വിതനോതി ശം, അങ്ങനെയുള്ളവരുടെ സംഭാഷണം കേട്ടാൽ കേൾക്കുന്നവർക്ക് നല്ല വിവേകം ഉണ്ടാവുന്ന അങ്ങനെയുള്ള സന്ദർഭമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉപദേശിക്കാൻ പോകുന്നത്. അങ്ങനെ 100 പ്രകരണത്തിലെ ഒരു വിശേഷ പ്രകരണമാണ് ഈ ചിത്രകേതു ഉപാഖ്യാനം. അതിനു മുമ്പ് ഒരു മഹാത്മാവിൻ്റെ ചരിത്രം പറഞ്ഞു. വിശ്വരൂപൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞപ്പോൾ ഋഗ്വേദത്തിലെ യജുർവേദത്തിലൊക്കെ വർണ്ണിക്കുന്ന ഒരു പ്രകരണം, ഒരു വിശേഷ കഥയാണല്ലോ വിശ്വരൂപൻ്റെയും വൃത്രാസുരൻ്റെയൊക്കെ ചരിത്രം. വൃത്രാസുരൻ്റെ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ അവസാനം വൃത്രാസുരൻ ലോകത്തിന് ഭക്തിയുടെ രഹസ്യം മുഴുവൻ ഉപദേശിച്ചു. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ആൾക്കാർ വിചാരിക്കുക? എന്തൊക്കെ ചോദിക്കണോ അതൊക്കെ ഇങ്ങോട്ട് കിട്ടുക.
എനിക്കത് തരണേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കത് കിട്ടുക. വേറൊന്ന് തരണേന്ന് പറഞ്ഞാൽ അപ്പം അത് കിട്ടുക. ഇതാണ് ഭക്തി എന്നാണ് ആൾക്കാർ പറയാം. അറിവില്ലാത്തവർ അതാണ് ഭക്തി എന്ന് പറയാം. പക്ഷെ അതല്ല ശരിയായിട്ടുള്ള ഭക്തി. ദശമസ്കന്ധത്തിൽ അവസാനം വൃകാസുരൻ്റെ കഥയിൽ കൂടെ ഒക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ വൃത്രാസുരൻ ലോകത്തിനൊരു വലിയ ഉപദേശം തരിക. എന്താണ് ഭക്തി എന്ന് വൃത്രാസുരൻ പറയുന്ന അവസാന സമയത്ത് വലിയ യുദ്ധക്കളത്തിൽ വെച്ചാണ് പറയണത്. ഭഗവത്ഗീതയൊക്കെ എങ്ങനെയാണല്ലോ യുദ്ധക്കളത്തിൽ വെച്ചല്ലേ ഉപദേശിക്കണേ. ഇവിടെ ആ വലിയ യുദ്ധക്കളത്തിൽ ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള വലിയ യുദ്ധസമയത്ത് വൃത്രാസുരൻ്റെ ഓരോ അംഗങ്ങളും ഇന്ദ്രൻ വജ്രായുധം കൊണ്ടൊക്കെ മുറിച്ച് കളയണ സമയത്താണ് ലോകത്തിന് എല്ലാം കൊടുക്കുന്ന വലിയ ഉപദേശമുണ്ട്. ഇന്ദ്രൻ്റെ ഒക്കെ പറയണ ഭാഗം ഇവിടെ പറയണ 2 ശ്ലോകം കൊണ്ട്. ഞാൻ ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് യോഗീശ്വരന്മാരെങ്ങനെയാണോ ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കാറ്, അതുപോലെ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ പോകണമെന്നാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് 2 ശ്ലോകം കൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ഏത് പ്രകരണം എടുത്താലും ഏത് ശ്ലോകമെടുത്താലും സുഭാഷിതം പോലെ എന്നും ഓർമ്മ വയ്ക്കേണ്ടതാണ്. വൃത്രാസുരൻ പറയാണ്, പുംസാം കില ഏകാന്തധിയാം സ്വകാനാം യാ സമ്പദോതി വിഭൂമൗരസായാം നരാതി യദ്വേഷ ഉദ്വേഗ ആധിഃ മദഃ കലിർവ്യസനം സംപ്രയാസഃ. ഭഗവാൻ എന്ത് ചെയ്യും? ഏകാന്ത ഭക്തന്മാർക്ക് ഒന്നും കൊടുക്കില്ല എന്ന്. എന്താ കൊടുത്തു കഴിഞ്ഞാൽ? ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ മറക്കും. ആ ഒരു വസ്തുവിൽ ആഗ്രഹം വന്നിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വൃത്രാസുരൻ പറയാ, എൻ്റെ ആ സാക്ഷാൽ സംഘർഷണമൂർത്തി എൻ്റെ ഭഗവാൻ ഒന്നും കൊടുക്കില്ല ഏകാന്ത ഭക്തന്മാർക്കെന്ന്. പുംസാം കില ഏകാന്തധിയാം സ്വകാനാം. ഒന്നും ചോദിച്ച് തന്നില്ലെങ്കിൽ ആ ആള് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂന്ന. ഒന്നും കൊടുക്കില്ല. എന്താ കാരണം? നരാതി, കൊടുക്കില്ല എന്ന്. എന്താ കാരണം? അത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അനർത്ഥങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അഹങ്കാരം വന്നു ചേരും, വഴക്കുണ്ടാവാൻ. എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കുറേ ധനം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ കുറേ ധനം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ബന്ധുക്കളൊക്കെ അതേവരെ സ്നേഹം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ ധനത്തിൻ്റെ കാരണം പറഞ്ഞ് വലിയ വഴക്കായി പല പല അസത്യങ്ങളെല്ലാം വന്നു ചേരും. എന്തെല്ലാം അനർത്ഥം എന്ന് പറയാൻ പറ്റില്ല. ഏതേ 15 അനർത്ഥാഹ എന്ന് ഭിക്ഷുഗീതയിൽ ഏകാദശത്തിൽ 23-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കേൾക്കും. ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ ധനത്തിനൊക്കെ അർത്ഥം അനർത്ഥത്തിന് കാരണമാണ്. 15 അനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഭഗവാൻ അത് കൊടുക്കുമോ? തൻ്റെ ഭക്തനാണെങ്കിൽ നമേ ഭക്താഹ പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ നാശമുള്ള പദാർത്ഥം കൊടുക്കോ? ധനം കൊടുക്കില്ല. അതാണ് നരാധി യദ്വേഷ ഉദ്വേഗ ആധിഃ മദഃ കലിഃ വ്യസനം സംപ്രയാസഃ. എന്തെല്ലാം അനർത്ഥം വന്നു ചേരും. അതുകൊണ്ട് എൻ്റെ ഭക്തന് നാശം വരരുത് എന്ന് വിചാരിച്ച് ഭഗവാൻ അംഗീകരിച്ചോ ഒരു ഭക്തനായിട്ട് ആ ആൾക്ക് ഭഗവാൻ ഒന്നും കൊടുക്കില്ല എന്നാണ്. എന്നിട്ട് പറയണു, ത്രൈവർഗിക ആയാസവിഘാതം അസ്മൽപതിർ വിധത്തെ പുരുഷസ്യ ശക്ര. അവസാന സമയത്ത് വൃത്രാസുരൻ്റെ ഉപദേശം, ഹേ ഇന്ദ്ര, അങ്ങയ്ക്കിപ്പോൾ വലിയ ഐശ്വര്യമൊക്കെ ഇരിക്കണില്ലേ? അങ്ങൊന്നും ഭഗവാന്റെ ഭക്തനല്ല. അതുകൊണ്ടാണ് ഈ അനർത്ഥം മുഴുവൻ വന്നു ചേർന്ന്. ഭഗവാന്റെ ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യത്തെ ക്വചിത്. ഭഗവാന്റെ ഏകാന്ത ഭക്തനാണോ അവർക്ക് യാതൊരു വിഷമവും വരില്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് ഇന്ദ്രപദവീൻ ഇതെല്ലാം തന്നെ അനർത്ഥങ്ങൾ വരണത് ഭഗവാന്റെ ഭക്തനല്ല അങ്ങ്, അതുകൊണ്ടാണെന്നാണ്. ത്രൈവർഗിക ആയാസവിഘാതം. ഓരോന്ന് ധർമാർത്ഥ കാമങ്ങൾ നേടാനുള്ള അതിനുള്ള ഓരോ സമ്പാദിക്കാനുള്ള വിഷമമൊക്കെ അതിനൊക്കെ തടസ്സം ഉണ്ടാക്കും ഭഗവാൻ. അതൊന്നും നമുക്ക് തരില്ല. എന്നെന്താ? അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? തതോനുമേയോ ഭഗവത് പ്രസാദാഹ യോ ദുർലഭോകിഞ്ചനഗോചരോന്യൈഃ. സർവസംഘപരിത്യാഗികൾക്ക് മാത്രം കിട്ടുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം.
അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാനുള്ള ആൾക്ക് അതിന് തടസ്സമുണ്ടാക്കുന്നതൊന്നും ഭഗവാൻ കൊടുക്കില്ല. ഇതൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങയുടെ സർവ്വ ഐശ്വര്യം. ഇതൊക്കെ അങ്ങയ്ക്ക് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ പോണില്ല, അതിന് കാലതാമസം വരും, അനർത്ഥങ്ങൾ ഇനി അങ്ങയ്ക്ക് വരാൻ പോണു എന്നൊക്കെയാണ് സൂചന. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു 4 ശ്ലോകങ്ങളാണ്. വൃത്രാസുരൻ്റെ വാക്കാണ്. 11-ാമത്തെ അധ്യായത്തിൽ ഒരു 4 ശ്ലോകം. അഹം ഹരേ എന്ന് പറയുക ഒരു 4 ശ്ലോകമുണ്ട് പ്രസിദ്ധമായ. 4 വേദത്തിൻ്റെ സാരെന്ന് വേണമെങ്കിൽ അതിന് പറയാം, ഒരു ചതുശ്ലോകി എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അതിലറിയേണ്ട കാര്യമൊക്കെ ആ 4 ശ്ലോകം വേണ്ട പോലെ അർത്ഥചിന്തനം ചെയ്താൽ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ പാദം മാത്രം സ്മരിക്കണു, മറ്റ് ചിന്തകളൊന്നും വരരുത്. എൻ്റെ എല്ലാ പ്രവൃത്തികളും അവിടുത്തെ ആരാധനയായിട്ട് മാറണം. എനിക്ക് ഇന്ദ്രൻ്റെ സ്ഥാനമോ ബ്രഹ്മാദി ദേവന്മാരുടെ സ്ഥാനങ്ങളോ മറ്റൊന്നും വേണ്ട എന്നാണ്. അവിടുന്ന് കൂടാതെ എനിക്ക് മോക്ഷം പോലും വേണ്ട. അപുനർഭവം വാ, മോക്ഷം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ അനുഗ്രഹം മാത്രമേ വേണ്ടൂ, അവിടുന്ന് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. ഇതും കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പറയണു, എല്ലാം തന്നെ ഒരു ആത്മസമർപ്പണം ചെയ്ത ഒരു രീതിയാണ് അവിടെ. ഒരു ഉത്തമ ഭക്തന്, ഭക്തത ഉത്തമൻ എന്നുണ്ടല്ലോ, ഉത്തമൻ മധ്യമൻ പ്രാകൃതൻ എന്നൊക്കെ, അതിൽ ഉത്തമ ഭക്തൻ മാത്രം പറയണതാണ്. ഉത്തമ ഭക്തന് ഞാനല്ലാണ്ട് മറ്റൊന്നും വേണ്ട ഭഗവാൻ പറയാം. മയ്യർപ്പിതാത്മാ ഇച്ഛതി മദ്വിന അന്യത്. എന്നിൽ മനസ്സ് വച്ച ആളോട് എന്ത് വേണം ചോദിച്ചാൽ അതൊന്നും അവർക്ക് വേണ്ട. നിനക്ക് മോക്ഷം വേണമെന്ന് ചോദിച്ചാൽ മോക്ഷസൗഖ്യേപി അനീഹ, അതുപോലും ഏകാന്ത ഭക്തന്മാർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ മാത്രം മതി എനിക്ക്, മറ്റൊന്നും വേണ്ട. ചിറക് മുളയ്ക്കാത്ത ചെറിയ പക്ഷി കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി കൊണ്ടുവരുന്ന ആ ഭക്ഷണം മാത്രം കാത്തിരിക്കുന്ന പോലെ, ദൂരദേശത്തേക്ക് പോയിട്ടുള്ള പതിവ്രത ചിന്തിക്കുന്ന പോലെ, ചെറിയ പശുക്കുട്ടികൾ തള്ളപ്പശുവിൻ്റെ പാല് കുടിക്കാൻ കാത്തിരിക്കുന്ന പോലെ, മറ്റൊന്നും ചിന്തയില്ലാണ്ട് മനസ്സിൻ്റെ ഏകാഗ്രത കാണിക്കാൻ 3 ഉദാഹരണം. അങ്ങനെ ഇതായിരിക്കണമെന്ന് പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ വൃത്രാസുരൻ്റെ ആ കഴുത്ത് മുറിച്ചത്. വൃത്രാസുരൻ്റെ കഴുത്ത് മുറിഞ്ഞ് താഴെ വീഴുന്ന വരെ ഈ ശ്ലോകങ്ങൾ കേൾക്കാം. മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭി ത്വന്മായയാത്മാത്മജദാരഗേഹേഷ്വാസക്തചിത്തസ്യ നാഥ ഭൂയാത്. ഒരിക്കലും വിഷയാസക്തന്മാരോട് ചേർച്ച വരരുത് ഭഗവാനെ, അവിടുത്തെക്കുറിച്ച് മാത്രമേ ചിന്ത വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കഴുത്ത് മുറിച്ചത്. അങ്ങനെ ആ ജീവചൈതന്യം, വൃത്രാസുരൻ്റെ ജീവചൈതന്യം ഭഗവാനിൽ ചെന്ന് ലയിച്ചു. ഇത്രയും ശുഖബ്രഹ്മർഷി പറഞ്ഞപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുക, അങ്ങ് അസുരൻ വൃത്രാസുരൻ എന്നാണല്ലോ പറഞ്ഞത്, ദേവന്മാർക്ക് പോലും കാണാത്തൊരു ഭക്തിയാണല്ലോ. കഴുത്ത് മുറിഞ്ഞു വീഴുമ്പോൾ ഇങ്ങനെ ലോകത്തിന് വലിയ ഉപദേശം കൊടുത്ത് ഹരേന്ന് ജപിക്കണമെങ്കിൽ അത്രേ സുഹൃതം വേണം. ആരായിരുന്നു ഇദ്ദേഹം? വൃത്രാസുരൻ്റെ പൂർവ്വചരിത്രം പറഞ്ഞ് കേൾപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് 4 അധ്യായങ്ങളിൽ ചിത്രകേതുവിൻ്റെ അത്ഭുതമായ ചരിത്രം പറയണേ. കഥ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓരോ കാര്യങ്ങളും നമ്മളെ ബോധിപ്പിക്കാൻ. ഒരു സന്ദർഭം, കഥ എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭം നിർമ്മിക്കല. ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ഏതൊരു ചിത്രകാരന്, എത്ര വലിയ ചിത്രകാരനാണെങ്കിലും ചിത്രം വരയ്ക്കണമെങ്കിൽ എവിടെയാണ് വരയ്ക്കേണ്ടത്? അതിന് സ്ഥലം വേണം, ചുമര് വേണം. ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചുമരിനാണോ പ്രാധാന്യം ചിത്രത്തിനോ എന്ന് ചോദിച്ചാൽ പ്രാധാന്യം ചിത്രത്തിനാ, ചിത്രമാണ് ആവശ്യം. പക്ഷെ ആ ചിത്രം വേണമെങ്കിൽ ഒരു ചുമര് വേണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയാൻ ഒരു സന്ദർഭമാണ് കഥ. ആ കഥയെന്ന് എന്താണ് ഉദ്ദേശിച്ചേക്കണേ? ചുമരിൽ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ചുമര് സൂക്ഷിച്ച് നോക്കല്ല പതിവ്, ചുമര് കാണാൻ ആഗ്രഹിക്കുകയല്ല പതിവ്, ചിത്രം കാണുക പതിവ്. ചിത്രം ചുമരിലല്ലേ നിൽക്കണത്, എന്നാൽ ചുമര് തന്നെ കാണുക, അത് പറ്റാറില്ല. അതിനു വേണ്ടി ആരും നോക്കില്ല, ചിത്രം വേണം. എന്നാൽ ചുമര് ഇല്ലാതെ ചിത്രവും പറ്റില്ല. ഇതുപോലെ കഥയും വേണം, ആ കഥയിൽ കൂടെ പറഞ്ഞ കാര്യം നമ്മൾ ഗ്രഹിക്കുകയും വേണം. അതാണ് യശൃണ്വൻ വിപഠൻ വിചാരണപരഃ. ആ ശ്രവിക്കാൻ, ശ്രവണം ചെയ്യണം, അത് പഠിക്കണം, മനനം ചെയ്യണം. ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയും. അപ്പോൾ ആ ശ്രവണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കഥ ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് കഥ. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്യാം.
അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. ഇതാണ് സിദ്ധം, ഇതാണ് ശരി, അതാണ് നിധിധ്യാസനം, മനസ്സങ്ങോട്ട് ഉറപ്പിക്കൽ, വിചാരം ചെയ്ത് ഉറപ്പിക്കൽ. അപ്പം കഥയ്ക്കും പ്രാധാന്യം, കഥയുടെ താല്പര്യത്തിന് പ്രാധാന്യം എല്ലാത്തിനും ഉണ്ട്. അതതിൻ്റെ പ്രാധാന്യം അതതിനുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴാണ് ഈ മഹാത്മാവ് അവസാന നിമിഷം വരെ ഇങ്ങനെ ആത്മസമർപ്പണം ചെയ്ത് ഹരേന്നൊക്കെ ജപിക്കണമെങ്കിൽ ഒരു പൂർവ്വ സുഹൃതം ഉണ്ടാവണം. ആരായിരുന്നു ഇദ്ദേഹം ചോദിച്ചപ്പോഴാണ് 4 അധ്യായങ്ങളിൽ ആ കഥ പറഞ്ഞത്. ശൂരസേന രാജ്യം, ചിത്രകേതു എന്നുള്ള രാജാവ് സന്താന സൗഖ്യമില്ലാതിരിക്കണോ. അംഗിരസ മഹർഷി ഒരു ദിവസം വരുന്നു, ഈ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പുത്രനെ കൊണ്ടൊന്നും അങ്ങ് സുഖം കിട്ടണത് പുത്രനെ കൊണ്ടാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ഒരു നിമിത്തം മാത്രം. അത് ചിലപ്പോൾ കുറച്ച് സുഖം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ മാറി മാറിക്ക് വരും. അതിലൊന്നും അങ്ങ് മനസ്സ് വയ്ക്കേണ്ട. ഒരു മനുഷ്യന്മം കിട്ടിയാൽ അവനുടെ കർത്തവ്യം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രജാപാലനല്ലേ അങ്ങയുടെ കർത്തവ്യം, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തോളൂ. മറ്റോരോന്ന് സുഖം ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ തെറ്റിദ്ധരിക്കണതാ എന്ന് പറഞ്ഞ് പല കഥകളും പറഞ്ഞു കൊടുത്തു. ഒന്നും കേൾക്കാൻ തോന്നിയില്ല. പുത്രൈഷണ, വിത്തൈഷണ, ദാരൈഷണ എന്നൊക്കെ ഏഷണാത്രയമുണ്ട്. ആഗ്രഹം ആളുകൾക്ക് വന്നു ചേർന്നാൽ പിന്നെ എന്ത് പറഞ്ഞാലും കയറില്ല, അതൊന്നും കേൾക്കാൻ തോന്നില്ല. ഈ ആഗ്രഹം മനസ്സ് അവിടെ തന്നെ ഇരിക്കും. ഇതുപോലെ ഇദ്ദേഹത്തിന് പുത്രനിലെ ഒരാഗ്രഹം, അതുകൊണ്ടാണ് എല്ലാം നേടാൻ പറ്റും, സുഖം കിട്ടും എന്നൊക്കെ ഒരു ധാരണ. എത്ര കഥ പറഞ്ഞു കൊടുത്തിട്ടും എന്തെല്ലാം ഉപദേശം അങ്കിരസ് കൊടുത്തിട്ടും കേൾക്കാൻ തോന്നിയില്ല എന്ന്. അപ്പോഴാണ് എനിക്കൊരു പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിക്കണം, അങ്ങ് മറ്റൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, പുത്രൻ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. പോകുമ്പോൾ പറഞ്ഞു, ആദ്യമൊക്കെ സന്തോഷം ഉണ്ടാവും. ഹർഷശോകപ്രദഃ, ഉണ്ടാവുന്ന പുത്രൻ ആദ്യം ഹർഷം തരും, പിന്നീട് ശോകം. ഹർഷശോകപ്രദഃ തുഭ്യമിതി ബ്രഹ്മസൂതോ യയൗ, കൊടുത്തു, അനുഗ്രഹിച്ചു, പോയി. ചില കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നാണ്. കൃതദ്യുതി എന്നുള്ള പത്നിയിൽ ഒരു പുത്രൻ ഉണ്ടാവണം. ഇത്രയും കാലം കാത്തിരുന്ന് കർമ്മം ചെയ്ത് ഉണ്ടായ പുത്രനാവുമ്പോൾ പിന്നെ എത്രയുണ്ടാവും സന്തോഷം. വലിയ സന്തോഷമായി, വലിയ പുത്ര ഉത്സവം തന്നെ രാജ്യം മുഴുവൻ. മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു രാജ്യം. ഈ കൃതദ്യുതിയുടെ അന്തഃപുരത്തിൽ പുത്രനെ ലാളിച്ചങ്ങനെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വേറെയും പത്നിമാരുണ്ടായിരുന്നു. അവർക്ക് വലിയ വിഷമായി. ഇതേവരെയൊക്കെ നമ്മളെ എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്നു. ഒരു ഭേദബുദ്ധി ഉണ്ടായിരുന്നില്ല രാജാവിന്. ഒരാൾക്ക് സന്താനം ഉണ്ടായപ്പോഴോ പിന്നെ നമ്മളൊക്കെ വേണ്ടാത്ത ആളുകളായി. ആ ആൾ മാത്രമേ വേണ്ടൂ അല്ലേ. അപ്പം ഈ പുത്രനാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അതില്ലെങ്കിൽ നമ്മളെ പണ്ടത്തെ പോലെ തന്നെ നോക്കും, എല്ലാവരും ഒരുപോലെ കാണും. എന്നാൽ അവനെ ഇല്ലാതെ ചെയ്യാം, അവനെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ച് സപത്നിമാരൊക്കെ കൂടി അതിന് വിഷം കൊടുക്കുന്നു. കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എന്താ കുറേ നേരമായാലും ഉണ്ണി ഉറങ്ങാൻ പോയിട്ട് അതിനെ ഉണർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞയച്ചു കുട്ടിയെ നോക്കാൻ നിന്ന ആളോട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നതോ അതിഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വിവർണമായി ആ ജീവനൊക്കെ പോയി മൃതശരീരമായിട്ട് കിടക്കുന്നത്. ഇതങ്ങോട്ട് അറിയണോ, രാജാവ് ബോധം കെട്ട് വീഴുന്നു, രാജ്ഞി ബോധം കെട്ട് വീഴുന്നു, എല്ലാവരും ഒരു കൂട്ടക്കരച്ചിൽ. ഇങ്ങനെ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷിയോട് കൂടി വീണ്ടും അങ്കിരസ് അവിടെ വന്നു ചേർന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ദുഃഖിച്ചിരിക്കുന്നവരുടെ ദുഃഖം തീർക്കാനായിട്ട് പലരും സജ്ജനങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. സജ്ജനങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ദുഃഖം തീർക്കാനാണ്, ഇരുട്ടില്ലാതാക്കാൻ സൂര്യൻ്റെ സഞ്ചാരം പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അങ്കിരസ് പറഞ്ഞു, പുത്രദോസ്മി അങ്കിരാ നൃപ. അങ്ങയ്ക്ക് പുത്രനുണ്ടാവാൻ അനുഗ്രഹിച്ചേ അതേ അങ്കിരസ് തന്നെയാണ്. ഇതാ നാരദ മഹർഷിയാണ് ഇദ്ദേഹം. ഞാൻ എന്തെല്ലാം കാര്യം അങ്ങയ്ക്ക് അന്ന് പറഞ്ഞു തന്നു, കേൾക്കാൻ തോന്നിയില്ലോ, അതുകൊണ്ടാണ് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ബോധ്യമായില്ലേ? അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള സുഖം ആർക്കും തരില്ല കേട്ടോ. ഇതിൽ നിന്നൊന്നും സുഖം കിട്ടില്ല. അത് ഈശ്വര വിചാരം കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും. മനസ്സിനെ വിഷയങ്ങളിലേക്ക് പറഞ്ഞയച്ച് അതിൽ നിന്നൊരു ശരിയായിട്ടുള്ള സുഖം ആർക്കും കിട്ടില്ല, മനസ്സ് വയ്ക്കണ്ടെന്ന് പറയും. പിന്നെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിറങ്ങി.
അപ്പോഴാണ് പറഞ്ഞത്, ഇതൊന്നും ഉപദേശിക്കണ്ട, നിങ്ങൾക്ക് വലിയ തപശക്തിയുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിവുള്ളവരാ, അതുകൊണ്ട് എൻ്റെ പുത്രനെ ജീവിപ്പിച്ചു തരണം എന്ന്. അപ്പോഴാണ് അംഗിരസ് വിചാരിച്ചു, ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാരദ മഹർഷിയോട് പറഞ്ഞു, വേണ്ട ഉപദേശം കൊടുക്കാൻ പറഞ്ഞു. ആരുപദേശിച്ചാലും ഈ സമയത്ത് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം? നാരദ മഹർഷി ചിന്തിച്ചു, ഈ ജീവനെ കൊണ്ട് തന്നെ ഉപദേശിപ്പിക്കാം, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ജീവൻ തന്നെ ഉപദേശിക്കട്ടെ, നമ്മളുപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവനെ കൊണ്ട് അവിടെ ഉപദേശിപ്പിച്ച് കേൾപ്പിക്കുക. അങ്ങനെ അവിടെ പറഞ്ഞ് കേൾപ്പിക്കണോ? നാരദ മഹർഷി പറഞ്ഞു, വലുതും ഉപദേശിച്ചിട്ടും കാര്യം ഉണ്ടായില്ല. ജീവനോട് പറയാണ്, ഇതാ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതാ നിന്നെ കാത്തിരിക്കണോ, വേഗം വരാനായിട്ട് പറഞ്ഞു. നീ എന്താ യമൻ്റെ ഒപ്പം കരുണയില്ലാത്ത യമൻ്റെ ഒപ്പം നീ അകാലത്ത് വിട്ടു പോണത്? ഇതാ അച്ഛനും അമ്മയൊക്കെ ഇതാ കാത്തിരിക്കണു. ഉത്തിഷ്ഠ താത തൈമേ ശിശവോ വയസ്യാഹ ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും. വേഗം വാ എന്ന് പറയണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരും ഈ മരിച്ചു കിടക്കുന്ന ആ മൃതശരീരം കണ്ട് പറയണോ, നീ എന്താ നീ അകാലത്തിൽ വിട്ടുപോയത്? അച്ഛനമ്മയൊക്കെ ഇതാ കാത്തിരിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്, അങ്ങനെ പറഞ്ഞ് കരയാ. അപ്പോഴാണ് ഇവരുപദേശിച്ചിട്ട് കാര്യമില്ലാണ്ട് വന്നപ്പോൾ നാരദ മഹർഷി തന്നെ എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചത്. ഇതാ നിന്നെ കാത്തിരിക്കുന്നു, അച്ഛനമ്മയൊക്കെ കാത്തിരിക്കുന്നു, എഴുന്നേറ്റ് വരാനായിട്ട് പറഞ്ഞു. കളേബരം സ്വമാവിശ്യ ശേഷമായുഹു സുഹൃദ്വൃത ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ചതേ. ഹേ ജീവാത്മാവേ, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതാ കാത്തിരിക്കണം. അതുപോലെ തന്നെ സുഹൃദോ ബാന്ധവാ സ്തപ്താഹ ശുച ത്വൽകൃതയാ ഭൃശം. നീ കാരണമാണ് നിൻ്റെ കൂട്ടുകാര്, സുഹൃത്തുക്കൾ, ബാക്കി എല്ലാവരും തന്നെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ദുഃഖിച്ചിരിക്കുക. നീയാണ് കാരണം ദുഃഖത്തിന്. വേഗം എഴുന്നേറ്റ് വാ. കളേബരം സ്വമാവിശ്യ, നീ നിൻ്റെ ശരീരം എടുത്തു വന്ന് ഇനിയുള്ള കാലം അച്ഛനമ്മമാരോട് കൂടി ബന്ധുക്കളോടൊക്കെ കൂടി അവരെയൊക്കെ സന്തോഷിപ്പിച്ച് നീ സുഖമായിട്ടിരിക്കുക. ഭുങ്ഷോ ഭോഗാൻ പിതൃപ്രത്താനധിതിഷ്ഠ നിർവാസനം എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറഞ്ഞപ്പോൾ ആ ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്താ ചോദിച്ചത്? ജീവൻ ചോദിക്കുക, കസ്മിൻ ജന്മന്യമീമഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിഭ്രാമ്യമാണസ്യ ദേവതിര്യং നൃയോനിഷു. നാരദ മഹർഷിയോട് ചോദിക്കുക, അച്ഛനമ്മമാരെ ഇവരെ സന്തോഷിപ്പിക്കാനല്ലേ പറഞ്ഞത്? ഏത് ജന്മത്തിലാണ് എൻ്റെ അച്ഛനമ്മമാരായത് ഇവർ? ജീവൻ പറയുമ്പോൾ ജീവൻ്റെ കഥ മുഴുവൻ പറയാം. എത്ര കോടിക്കണക്കിന് ശരീരമാണ് ഞാനെടുത്തതെന്ന് കണക്കാക്കാൻ പറ്റില്ല നാരദ മഹർഷി എന്ന് പറയാം. എത്രയാ ശരീരം, അനാദിരയം സംസാരം എന്നാണല്ലോ. എന്നാണ് ഇത് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല ആർക്കും. ഭഗവാനെ ഭജിച്ച് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന ഈ സംസാരത്തിൽ നിന്ന് മുക്തി നേടാന്നേ ഉള്ളൂ. എന്ന് തുടങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. അനാദിരയം സംസാര, അനാദിയാണിത്. അപ്പം ജീവൻ പറയാം, എത്ര കോടി ശരീരങ്ങളെടുത്തേക്കണേ, ദേവന്മാരായിട്ട്, പക്ഷികളായിട്ട്, മൃഗങ്ങളായിട്ട്, വൃക്ഷങ്ങളായിട്ട്, ഇങ്ങനെ തുടങ്ങി അസംഖ്യം ശരീരങ്ങളാണ് ഞാൻ എടുത്തേക്കണേ. ഞാൻ ഓരോ ശരീരം എടുക്കുമ്പോൾ എനിക്ക് ഒരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്. ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കോടാനുകോടി അച്ഛനമ്മമാരുള്ളതിൽ ഏത് ജന്മത്തിലാണ് ഇവരെൻ്റെ അച്ഛനമ്മമാരായത്? അങ്ങ് പറഞ്ഞില്ലേ ഈ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ. ഏത് ജന്മത്തിലാണെന്ന് ചോദിക്കാം. കർമ്മഭിർഭ്രാമ്യമാണസ്യ, കർമ്മത്തിൻ്റെ ഫലമനുഭവിക്കാൻ നാനാ ശരീരങ്ങളെടുത്ത് ചുറ്റിത്തിരിയുന്ന ജീവന് എനിക്ക് എത്രയോ ശരീരങ്ങൾ എടുത്തപ്പൊക്കെ അച്ഛനമ്മമാരുണ്ട്, ഏത് ജന്മത്തിലാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ബന്ധുജ്ഞാത്യരിമധ്യസ്ഥമിത്രോദാസീന വിദ്വിഷ സർവ ഏവ ഹി സർവേഷാം ഭവന്തി ക്രമശോമിഥ. ഇവരച്ഛനമ്മമാരെന്ന് പറഞ്ഞു. വേറൊരു ജന്മത്തിൽ ഇവരെൻ്റെ പുത്രന്മാരായി ഉണ്ടാവാം.
ചിലപ്പോൾ ശത്രുവായി ഉണ്ടാവാം, മിത്രമായി ഉണ്ടാവാം, ഇതൊന്നും പറയാൻ പറ്റില്ല. ഈ ജന്മത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛനമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ജന്മത്തിലാ ഇവരെ എൻ്റെ ചിലപ്പോൾ വേറൊരു ജന്മത്തിൽ എൻ്റെ പുത്രന്മാരാവും ഇവർ. ഇങ്ങനെ എത്രയാ കോടിക്കണക്കിന് വർഷങ്ങൾ, കോടിക്കണക്കിന് ശരീരങ്ങളെടുത്ത് എനിക്ക് ഏത് അച്ഛൻ, ഏത് അമ്മ, ഏത് ബന്ധു ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നാരദ മഹർഷേ, ഏത് അച്ഛനമ്മമാരെയാ സന്തോഷിപ്പിക്കണ്ടേ, ഏത് ജന്മത്തിലായവർ എൻ്റെ അച്ഛനമ്മമാരായേ, എനിക്ക് യാതൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് വിവേകമുദിച്ചത്. ഇത്രയേ ഉള്ളൂ അല്ലേ, ഒരു കച്ചവട വസ്തു എത്ര ആളുകളുടെ കയ്യിൽ മാറി മറിയും. ഒരാൾ വാങ്ങിക്കും, കുറച്ച് ദിവസം അയാൾ കയ്യിൽ വയ്ക്കും, അത് വേറൊരാൾക്ക് കൊടുക്കും, ആൾ വേറൊരാൾക്ക് കൊടുക്കും. ഇങ്ങനെ എത്ര ആളുകളുടെ കയ്യിൽ മാറിയുണ്ട്. ഒരു നാണയം നമ്മുടെ കയ്യിൽ കിട്ടുന്നു, എത്രായിരം ആളുകൾ കൈമാറിയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു നാണയം. ഇതുപോലെ ഓരോന്നും എത്രയാ, ഒരു വസ്തു ഒരാളെടുക്കുന്നു, വേറെ ആൾക്ക് കൊടുത്ത ആളേ, ആൾ വേറെ ആൾക്ക് കൊടുത്ത ആളേ, ഇങ്ങനെ മാറി തിരിയാണ്. അപ്പോൾ ഇത്രയുള്ള ഒരു ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാവുമ്പോൾ തൽക്കാലം ആ ശരീരത്തിൽ അഭിമാനിച്ച് ഇതെൻ്റേതാണ്, എൻ്റെ പുത്രനാണെന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് ബോധം വന്നു. ഇത് കേട്ടപ്പോഴാണ് ഏത് ജന്മത്തിലാ അച്ഛനമ്മമാരായെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് തിരിച്ചറിയ പോലും ചെയ്യില്ലെങ്കിൽ ഈ ആളെ എങ്ങനെയാണ് പുത്രനായിട്ട് ലാളിക്കാൻ പറ്റുക? ഇങ്ങോട്ട് അച്ഛനമ്മമാരാന്ന് അറിയാത്ത ആൾക്ക് എന്ത് സ്നേഹം ഉണ്ടാവുക? അപ്പം പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുക പുത്രനായിട്ട്? ഇങ്ങനെയാണ് ജീവൻ്റെ ഗതി എന്ന് വെച്ചാൽ അത് അതിൻ്റെ വഴി പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജീവൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഇതിലുള്ള ആഗ്രഹമൊക്കെ പോയി. ആഗ്രഹമൊക്കെ പോയതോടുകൂടി പുത്തനിലാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇതാണ് ഗതിയെന്ന് കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹമൊക്കെ പോയി. ഇനി എന്ത് പറഞ്ഞാലും മനസ്സിലാവും. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആദിശേഷനെ ഉപാസിക്കാനുള്ള ഒരു മന്ത്രം, അതാണ് ശേഷതോഷിണി എന്ന് പേരായിട്ടുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ജപിച്ചോളൂ എന്ന് പറയും. അങ്ങയ്ക്ക് സംഘർഷണമൂർത്തിയെ കാണാൻ കഴിയും. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികര കരകമല കുട്മളോപലാളിത ചരണാരയും വിന്ദയുഗള പരമേഷ്ഠിൻ നമസ്തേ എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു. വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പം മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും ഇല്ലാണ്ടായി. യമുനാ നദിയിൽ സ്നാനം ചെയ്ത് വെറും ജലം മാത്രം ഭക്ഷിച്ച് സപ്താഹം അഭക്ഷ, ജലം മാത്രം ഭക്ഷിച്ചുകൊണ്ടും അത്ര ശ്രദ്ധയോടുകൂടി തപസ്. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോഴേക്കും സാക്ഷാ ഭഗവാനെ കാണാൻ കഴിഞ്ഞു എന്നാ. തതശ്ച സപ്തരാത്രാന്തേ വിദ്യയാധാര്യമാണയാം വിദ്യാധരാധിപത്യം സാലേഭേ അപ്രതിഹതം നൃപാ. വിദ്യാധരന്മാരുടെ മുഴുവൻ അധിപതിയായിട്ട് തീരുന്നു, വലിയ സ്ഥാനങ്ങൾ കിട്ടണു. തതഃ കതിപയാഹോഭിർവിദ്യയേദ്ധമനോഗതി ജഗാമ ദേവദേവസ്യ ശേഷസ്യ ചരണാന്തികം. ഇങ്ങനെ ഇരുന്ന് ഏകാഗ്ര മനസ്സോടുകൂടിയിരിക്കുമ്പോൾ ഭഗവാന്റെ സംഘർഷണമൂർത്തിയുടെ അതിമനോഹരമായിട്ടുള്ള രൂപം കാണാൻ കഴിഞ്ഞു എന്നാണ്. ആ രൂപം വർണ്ണിക്കുക അവിടെ. മൃണാളഗൗരം ശിതിവാസസം സ്ഫുരൽക്കിരീട കേയൂര കടിത്രകങ്കണം പ്രസന്നവക്താരുണലോചനം മൃതം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭും. നല്ല വെളുത്ത താമര വളയം പോലെ നല്ല വെളുത്ത ശരീരം, ശിതിവാസസം നീലവസ്ത്രം ധരിച്ച് ഏകകുണ്ടലധാരിയായി അതിമനോഹരമായിട്ടുള്ള രൂപം, സിദ്ധന്മാരാൽ ചുറ്റപ്പെട്ട് ഭക്തന്മാരാൽ പാടി സ്തുതിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് ചിത്രകേതു ദർശിച്ച്. ആ രൂപം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മറന്ന് ആ മനസ്സ് ഏകാഗ്രമായ മനസ്സിൽ, തെളിഞ്ഞ മനസ്സിൽ ഭഗവാന്റെ രൂപം കണ്ടതോടെ മറ്റെല്ലാം മറന്നു. ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. പ്രവൃദ്ധ ഭക്തിയാ പ്രണയാശ്രുലോചന
പ്രഹൃഷ്ടരോമാനമത് ആദിപൂരുഷം. വേഗം ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് നമസ്കരിച്ചു. സംഘർഷമൂർത്തിയുടെ പാദം അങ്ങോട്ട് സ്പർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രഹ്ലാദനൊക്കെ ഉണ്ടായില്ലേ? നാരദ മഹർഷിയുടെ ആ ഉപദേശപ്രകാരം ഭഗവാനെ ഭജിച്ച് നരസിംഹമൂർത്തി അങ്ങോട്ട് കണ്ട് പാദത്തിൽ നമസ്കരിച്ചപ്പോൾ അങ്ങനെ ശരീരത്തിലെ രോമാഞ്ചത്തോടുകൂടി കണ്ണിൽ കണ്ണുനീര് വന്ന് ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയ പോലെ ഒരവസ്ഥ അതുപോലെ ഇവിടെ വന്നു ചേർന്നു എന്നാ. ആ ഭഗവാനെ സ്തുതിക്കാൻ പോലും പറ്റിയില്ല. ധ്രുവനൊക്കെ നിന്നില്ലേ ഭഗവാനെ സ്തുതിക്കാൻ പറ്റാതെ? ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ ചെയ്യണ്ടേ? എന്തൊക്കെയോ പറയണമെന്നുണ്ട്, സ്തുതിക്കണമെന്നുണ്ട്. പറ്റാതെ നിൽക്കുമ്പോഴാണ് ഭഗവാൻ തൻ്റെ ആ ശംഖ് ധ്രുവൻ്റെ കവിളിൽ ഒന്ന് സ്പരിശിച്ചപ്പോഴാണ് യോന്തപ്രവിശ്യ എന്നും പറഞ്ഞ് ഒരു 12 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഒന്നങ്ങോട്ട് സ്തുതിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഭക്തിയുടെ ആധിക്യം കൊണ്ട്. വാഗ് ഗദ്ഗദാ ദ്രവതേ യസ്യ ചിത്തം. ഭക്തൻ്റെ ലക്ഷണം പറയുമ്പോൾ ഏകാന്ത ഭക്തന്മാർക്ക് ആ ഭഗവത് സ്മൃതി എപ്പോഴും അങ്ങോട്ട് വരിക. കാരണം അവർക്ക് ചിലപ്പോൾ സ്തുതിക്കാൻ പോലും പറ്റില്ല. അത്ര തൊണ്ട ഇടറിക്കൊണ്ട് വാക്കിടറിക്കൊണ്ട് ഗദ്ഗദാക്ഷരനായിട്ട് പറയാം. പ്രേമാപരുദ്ധാഖില വർണ്ണ നിർഗമാഹ നൈവാശകത്വം തം പ്രസമീഡിതും ചിരം. കുറേ നേരം സ്തുതിക്കാൻ പോലും പറ്റാതെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് തതസ്സമാധായ മനോമനീഷയാ ബഭാഷ ഏതൽ പ്രതിലബ്ധവാഗസൗ. കുറെ കഴിഞ്ഞപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് കിട്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ആ ദുഃഖത്തെയൊക്കെ നിയന്ത്രിച്ച് ആ വികാരത്തെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പറയാനായിട്ട് ആരംഭിച്ചു. 15 ശ്ലോകങ്ങളിൽ ചിത്രകേതുവിൻ്റെ അത്ഭുതമായിട്ടുള്ള സ്തുതിയാണ്. അജിതജിത സമമധിഭിഃ സാധുഭിർഭവാൻ ജിതാത്മഭിർഭവത വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനാം യ ആത്മദോതി കരുണാഃ. ഹേ അജിത എന്നാണ്. ഭഗവാൻ അജിതനാണ്. ഭഗവാനെ ജയിക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവർക്കും എല്ലാ ഉത്കർഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാക്ഷാ ഭഗവാൻ. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. അജിതനാണ്, ആർക്കും ജയിക്കാൻ പറ്റില്ല. പക്ഷേ ജിതാഹ സമമതിഭിഃ. സമമതികളുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആ സമചിത്തന്മാർക്ക് അവർക്ക് ഭഗവാനെ ജയിക്കാൻ പറ്റും. വേറെ ആർക്കും ഭഗവാനെ ജയിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പം അജിതനാണ് ഭഗവാൻ, ആരാലും ജയിക്കപ്പെടാത്തവനാണ്. പക്ഷേ സമമതിഭിഃ ജിതാത്മഭിഃ സാധുഭിഃ ജിതാഹ. മനസ്സിന് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഇന്ദ്രിയങ്ങളെ ജയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയായിട്ടുള്ള ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് ഭഗവാനെ ജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭഗവാൻ ഭക്തന്മാരെയും ജയിച്ചിട്ടുണ്ട്, ഭക്തന്മാർ ഭഗവാനെയും ജയിച്ചിട്ടുണ്ട്. ഭഗവാൻ പറയില്ലേ, അഹം ഭക്തപരാധീനഃ. ഞാൻ ഭക്തൻ്റെ ദാസനാണ്, ഭക്തന് അധീനനാണ് ഞാൻ. ഭക്തന്മാർ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഭക്തന്മാരുടെ പിന്നാലെ ഞാൻ നടക്കുന്നു. അവരുടെ പാദരേണുക്കൾ എൻ്റെ ശരീരത്തിൽ വന്നിട്ട് എനിക്ക് ശുദ്ധി കിട്ടട്ടെ എന്നാണ്. പൂയേയേ ത്യഘ്രിരേണുഭി അനുവ്രജാം യഹം നിത്യം പൂയേയേ ത്യഘ്രിരേണുഭി. ഭക്തൻ്റെ ആ മഹിമ ഭഗവാൻ പറയാം. അതാണ് ഭഗവാൻ. ഭക്തന്മാർ, ഏകാന്ത ഭക്തന്മാർ ഭഗവാനെ തൻ്റെ വശത്താക്കും, ഭഗവാനെ ബന്ധിക്കും. അതുപോലെ തന്നെ ആ ഭക്തന്മാരെ ഭഗവാനും, ഭഗവാനെ വിട്ട് ഭക്തനും പോകാൻ പറ്റില്ല, ഭക്തനെ വിട്ട് ഭഗവാനും പറ്റില്ല. അപ്പം പരസ്പരം ജയിക്കപ്പെട്ടിരിക്കണമെന്നാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ച് എന്ത് ചെയ്യും? ആത്മദാഹ അതികരുണാഹ. തന്നെ കൊടുക്കും ഭഗവാൻ. സ്വാത്മദോപി ഈശ്വരസ്ത്വം. തന്നെ കൊടുക്കണു. ആത്മാനമപി യച്ഛതി സ്മരതാഹ പാദകമലം ആത്മാനമപി യച്ഛതി. മറ്റുള്ള ദേവന്മാർ പലതും കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കണോ ഭഗവാൻ. ആത്മദാഹ, ഈശ്വരനെ തന്നെ കിട്ടുക, ഏറ്റവും വലുത് ഇതാണ്. ഭഗവാനെ ഇങ്ങനെയല്ലേ ഭഗവാനെ അവിടുത്തെ അവസ്ഥ. ഭക്തന്മാർക്ക് മാത്രമല്ലേ അവിടുത്തെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. ഭക്തന്മാരെ മുഴുവൻ എങ്ങനെയാണോ കാന്തം ഇരുമ്പ് തരികൾ തൻ്റെ അടുക്ക വന്നാൽ പിന്നെ വിട്ടുപോകാൻ സമ്മതിക്കില്ല, അതിന് വിട്ടുപോകാൻ പറ്റില്ല. ഇതുപോലെ തൻ്റെ പാദങ്ങളെ ആശ്രയിച്ച ഭക്തൻ തന്നെ വിട്ടുപോയി ദുഃഖിക്കരുതെന്ന് വിചാരിച്ച് നിരന്തരം തൻ്റെ സമീപത്തിൽ
നിർത്തുന്ന ആളല്ലേ ഭഗവാനെ അവിടുന്ന് വാസ്തവത്തിൽ എന്ന് പറയും. തവ വിഭവ ഖലു ഭഗവൻ ജഗദുദയസ്ഥിതിലയാദീനി. ഈ പ്രപഞ്ചം ഉണ്ടാവുന്നു, നിലനിൽക്കണു, ഇല്ലാതാവണു. എല്ലാ വസ്തുക്കൾക്കും ഉള്ളതാണല്ലോ അത്. ഉണ്ടാവല്, നിലനിൽക്കല്, ഇല്ലാതാവല്. ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവണത് എങ്ങനെയാ? തവ വിഭവാഹ, അവിടുത്തേടെ ഒരു ലീല, അവിടുത്തേടെ ഒരു സങ്കല്പം. ഈക്ഷ എന്നാണല്ലോ പറയാ. സ ഐക്ഷത സ ഈക്ഷാം ചക്രേ ഏകോഹം ബഹുസ്യാം പ്രജായേയ ഇതി. ഞാൻ പലതായിട്ട് തീരട്ടെ, ഏകനായിട്ടുള്ള ഞാൻ പലതായിട്ട് തീരട്ടെ എന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ സങ്കല്പിക്കുമ്പോഴേക്കും മഹത്തത്വാദികളെല്ലാം ഉണ്ടാവുന്നു. ഇതല്ലേ ഭഗവാനെ? അപ്പം അവിടുത്തേടെ ഒരു ലീല മാത്രമാണ് ലോകവത്തു ലീലാ കൈവല്യം. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മസൂത്രത്തിൽ പറയാം, വേദാർത്ഥം സംശയം തീർക്കാനായിട്ട് 555 സൂത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേദവ്യാസ ഭഗവാൻ. അതിൽ പറയാണ് ഈ ലോകത്തെക്കുറിച്ച്. ഭഗവാൻ സൃഷ്ടിയാദികൾ നടത്തുമോ? സാധാരണ ആളുകളെപ്പോലെ ഓരോ പ്രവൃത്തി ചെയ്യോ? ഒന്നിലും ആഗ്രഹമില്ലാത്ത ഭഗവാൻ. അപ്പോഴാണ് പറഞ്ഞത് അതിനുള്ള പേരാണ് ലീല. കേവലം ഒരു കളി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലോകവത്തു ലീലാ കൈവല്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ഒരു അത്ഭുത ലീലയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്നില്ലാതാവാന്നുള്ളത്. വിശ്വസൃജസ്തേംശാംശാഃ തത്ര മുഷാ സ്പർദ്ധന്തേ പൃഥഗഭിമത്യ. മറ്റ് ദേവന്മാരെല്ലാം തന്നെ, ദിക്പാലന്മാരോ എല്ലാം തന്നെ അവിടുത്തേടെ അംശങ്ങളാണ്, അവിടുന്ന് സൃഷ്ടിച്ച ആൾക്കാരാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും? ഇതൊന്നും അറിയാത്ത കാരണം ഞാനാണ് ഇതിൻ്റെയൊക്കെ നാഥൻ, ഞാനാണെന്ന് ഓരോരുത്തരും. സൃഷ്ടിയുടെ ആൾ ഞാനാണ്, സംഹാരത്തിൻ്റെ ആൾ ഞാനാണ്, ദിക്ക് പാലിക്കുന്നത് ഞാനാണെന്ന്, സ്വർഗം രക്ഷിക്കുന്നത് ഞാനാണെന്ന് ഇന്ദ്രൻ. ഇതൊക്കെ ഭഗവാൻ കൊടുത്ത ശക്തി കൊണ്ടിരിക്കണതാ. ഇതറിയാത്ത ആൾ എന്തുണ്ടാവും? ഒക്കെ ഞാനെന്ന് ഇവരൊക്കെ വെവ്വേറെ അഹങ്കരിച്ച് അഭിമാനിച്ചിരിക്കും. വാസ്തവത്തിൽ ഇവരെ മുഴുവൻ തിരമാലകൾ അഹങ്കരിച്ചാലോ ഞാൻ സമുദ്രത്തിലുണ്ടാവുന്നത് അതിൽ തന്നെ ലയിക്കാൻ പോവുക. ഇതുപോലെ അവിടുത്തേടെ അംശങ്ങളായിട്ടുള്ള സർവ്വതും അവിടുന്ന് സൃഷ്ടിച്ചാണ്. അവിടുന്ന് അതിനെ തന്നെ ഉപസംഹരിക്കുകയും ചെയ്യും, തന്നിലേക്ക് ലയിപ്പിക്കും. പക്ഷെ ആളുകൾ ഇതറിയാണ്ട് എന്തുണ്ട്? ഞാനാ എന്ന് വെറുതെ അഹങ്കരിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അതൊക്കെ ഭഗവാന്റെ മായാവിഭ്രാന്തി മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭഗവാന്റെ മഹിമ പറയണു, പരമാണു പരമമഹതോഹോ, ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ. അണോരണീയാൻ മഹതോ മഹീയാൻ. ഇങ്ങനെയാണ് ഭഗവാന്റെ. അണുക്കളിൽ വെച്ച് അണുവാണ്, ഏറ്റവും വലുതിൽ വെച്ച് ഏറ്റവും വലുതാണ് ഭഗവാൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. പരമാണു പരമമഹതോഹോ ത്വമാദ്യന്താന്തരവർത്തി ത്രയവിധുരാഹ. അവിടുന്ന് എങ്ങനെയാ? പരമാണുവിൻ്റെ ഉള്ളിൽ പോലും, സർവ്വതിനും കാരണമായിട്ടുള്ള പരമാണുവിൻ്റെ ഉള്ളിൽ പോലും ഭഗവാൻ തന്നെ. അതുപോലെ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള സ്ഥൂല പ്രപഞ്ചം, അതാണ് ഈ കാണുന്ന വലിയ പ്രപഞ്ചം ഉണ്ടല്ലോ, അതിലും ഭഗവാനാ നിറഞ്ഞിരിക്കണേ. ഇതിൻ്റെ മൂലകാരണമായിട്ടുള്ള പരമാണുവിലും ഭഗവാനാ നിറഞ്ഞിരിക്കണേ. ഇതാ ഭഗവാന്റെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ ആദ്യാന്തരവർത്തി ത്രയവിധുരാഹ. ഇതിൻ്റെ ആദിമധ്യം അവസാനം എല്ലാ ദിക്കിലും തന്നെ വ്യാപിച്ചിരിക്കുന്നത് ഇത്. പരമാണുവിൽ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു, ഈശ്വരതത്വം. പരമാണുക്കളെ കൊണ്ടുള്ള ഈ പ്രപഞ്ചത്തിലും അപ്പം മുഴുവൻ ഉണ്ടാവുമല്ലോ, എല്ലാ ദിക്കിലും ഇരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇങ്ങനെയൊക്കെ എല്ലാത്തിലും ഉണ്ടെങ്കിലും, അപ്പോൾ ആദിയിലും അന്തത്തിലും എല്ലാ ദിക്കിലും ഭഗവാനായിരിക്കുന്നത്, സ്ഥിരമായിട്ടിരിക്കുന്നത്. ആദാവന്തേപിച്ച സത്വാനാം. സർവ ഉള്ള വസ്തുക്കൾ, അതാണ് സത്വങ്ങൾ, സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴുള്ള കാണുന്ന സർവ്വതിലും എല്ലാത്തിലും വർത്തിക്കുന്നത് അവിടുന്നാണ്. അങ്ങനെയുള്ള ഭഗവാന് ആദാവന്തേപിച്ച സത്വാനാം യദ്ധ്രുവം തദേവ അന്തരാളേവി. ഏതൊന്നാണോ ആദ്യത്തിലും മധ്യത്തിലും അവസാനമുള്ളത് അതല്ലേ വാസ്തവത്തിൽ സ്ഥിരമായിട്ടുള്ളത്. മറ്റതൊക്കെ താൽക്കാലിക, ഉണ്ടാവണോ നിലനിന്നോ ഇല്ലാതാവണം എന്നാൽ ഇതിനൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും ഉള്ളത് ആരുണ്ട്? ഭഗവാൻ മാത്രം, ഈശ്വരതത്വം. ആഭരണം ഉണ്ടാവണേന് മുമ്പ് സ്വർണമുണ്ട്,
ആഭരണം ഇല്ലാതായി കഴിഞ്ഞാലും സ്വർണം ബാക്കി നിൽക്കും. അപ്പോൾ തൽക്കാലം കുറച്ച് നേരത്തെ ഒരു രൂപഭേദമേ ഉള്ളൂ ആഭരണം എന്ന് പറഞ്ഞാൽ. സ്വർണമാണ് സത്യം. മൺപാത്രങ്ങൾ ഉണ്ടാവണതിന് മുമ്പ് മണ്ണുണ്ട്. മൺപാത്രങ്ങൾ ഉടഞ്ഞു പോയി കഴിഞ്ഞാലും മണ്ണ് അവശേഷിക്കും. സ്വർണം ആഭരണങ്ങൾ ഉണ്ടാവണതിന് മുമ്പ് സ്വർണ്ണമുണ്ട്, ആഭരണം ഇല്ലാതായാലും സ്വർണ്ണം ഉണ്ടാവും. ഇതുപോലെ അപ്പം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉണ്ടായി നിലനിന്ന് ഇല്ലാതായാലും ഈശ്വരതത്വമുണ്ട്. അപ്പോൾ ബ്രഹ്മാണ്ടമായിട്ട് കാണുന്നത് ആരാ? ഈശ്വരതത്വം. ആഭരണമായിട്ട് കാണുന്നത് സ്വർണ്ണ, പാത്രങ്ങളായിട്ട് കാണുന്നത് മൺപാത്രങ്ങളായിട്ട് കാണുന്നത് മണ്ണാണ്. അതുപോലെ പ്രപഞ്ചമായിട്ട് കാണുന്നത് ഈശ്വരതത്വം തന്നെ. ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ആ പരമതത്വം മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സർവം ഖല്വിദം ബ്രഹ്മ. വ്യാഖ്യാതാക്കന്മാർ പറയും ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം. ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവതം. ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം. ഭഗവത്ഗീതയുടെ ഒരു വ്യാഖ്യാനമാണ്, വിസ്തൃത രൂപമാണ് ഭാഗവതം എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാ. ബ്രഹ്മസൂത്രം മുഴുവൻ പഠിച്ച് വ്യാഖ്യാനം പഠിച്ച ആളുകൾക്ക് ഭാഗവതം വായിക്കുമ്പോൾ കാണാം അതിൻ്റെ സാരം തന്നെയാണല്ലോ ഇവിടെ പറയണതെന്ന് ഓരോ ശ്ലോകത്തിലും കാണാം. അതുപോലെ തന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ വലിയ വിശദ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയ ആൾക്ക് അതിൻ്റെ കാണാം. പാതഞ്ജല യോഗശാസ്ത്രം പഠിച്ച ആൾക്ക് അതിൻ്റെ സാരം ഇതിൽ കാണാം. ഇങ്ങനെ ഏത് ശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിക്കോളൂ അവരൊക്കെ വന്ന് ഈ ഭാഗവതം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാരമാണല്ലോ ഇതിലെന്ന് പറയും. മഹാഭാരതം പഠിച്ച ആൾ പറയണു മഹാഭാരതത്തിൻ്റെ സാരമാണല്ലോ ഈ ഭാഗവതം. അപ്പം എല്ലാത്തിൻ്റെ സാരമാണ് ഇതിഹാസ പുരാണാനാം സാരം സാരം സമുദ്രതം. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു വിശേഷം. അപ്പം എല്ലാം ഇപ്പം സർവം ഖല്വിദം ബ്രഹ്മ എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. ഒരു വ്യാഖ്യാന പരമാണു പരമമഹതോ ത്വമാദ്യന്താന്തരവർത്തി ത്രയവിധുര ആദാവന്തേപി ച സത്വാനാം യദ്ധ്രുവം തദേവ അന്തരാളേഭി. എന്നിട്ട് പറയണു ക്ഷിത്യാദിഭിരേഷ കിലാവൃത സപ്തഭിർദശഗുണോത്തരൈരാണ്ഡകോശ യത്ര പതത്യനുകൽപ സഹാണ്ഡകോടികോടിഭിസ്തദനന്ത. ആ മഹത്തത്വം മുതൽ മഹത്തത്വം, അഹങ്കാരതത്വം, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെ 10 വലിപ്പമുള്ള ഇതിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈശ്വരതത്വം. അതാണ് സപ്തഭിർദശഗുണോത്തരൈരണ്ഡകോശ. ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. ആ മഹത്തത്വം, അഹങ്കാരതത്വം, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതെല്ലാം കൂടി ചേർന്നതാണ്. 10 കൂടുതലായിട്ടിരിക്കുന്ന പൃഥിവ്യാദികളാകുന്ന പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, മഹത്തത്വം, അഹങ്കാരതത്വം, ഈ ക്രമത്തിൽ പറയുമ്പോൾ ആ പൃഥിവി തത്വത്തെക്കാൾ കൂടുതൽ ആ ജലതത്വം, അതിനേക്കാൾ പൃഥിവി, അപ്പ്, വായു, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെ ക്രമത്തിൽ വരുമ്പോൾ ഓരോന്നും കൂടുതൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ. ഇതിനാൽ മുഴുവൻ മറയപ്പെട്ടതാണ് ഭഗവാൻ എന്ന് പറയും. അതുകൊണ്ട് അപ്പോൾ ഈ ബ്രഹ്മാണ്ടം ഇത്രയും വലിപ്പമുള്ളതാണ്. പൃഥിവീതത്വം മുതൽ മഹത്തത്വം വരെയുള്ള 7 തത്വങ്ങൾ 10 വലിപ്പമുള്ള ഇത് മുഴുവൻ നിറഞ്ഞതാണ് ഈ ബ്രഹ്മാണ്ടം. ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ബ്രഹ്മാണ്ടം ഭഗവാന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണത്? പരമാണു പോലെ ഇരിക്കണത്. അപ്പം ഈ സ്ഥൂലമായിട്ടുള്ള ഈ വലിയ പ്രപഞ്ചം ഇത് നമ്മൾ കാണാത്ത എത്രയോ ഇങ്ങനെയുള്ള കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ ഉള്ളിലെത്തുമ്പോൾ എങ്ങനെയുണ്ട്? പരമാണു പോലെയുള്ളൂ. അപ്പം എത്രയുണ്ടാവും ഭഗവാന്റെ വലിപ്പം? ചിന്തിച്ചു നോക്കാന്നാ. എത്രയുണ്ട് ഭഗവാന്റെ സർവവ്യാപിയാന്ന് കാണിക്കാനാ. ഇങ്ങനെയുള്ളതാണ് ഭഗവാന്റെ തത്വം. അപ്പം ആ ഭഗവാന് അനന്തഹ, ഭഗവാൻ അനന്തനാന്നാ, അവസാനമില്ലാന്നാ. ആകാശത്തിൻ്റെ അവസാനം കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? വളരെ വേഗത്തിൽ ഒരു നിമിഷത്തിൽ 1000കണക്കിന് നാഴികകൾ സഞ്ചരിക്കുന്ന ഒരു ഉപകരണം, ഒരു യന്ത്രം, ഒരു വാഹനം, അതിൽ കയറി 1000 വർഷം 1,00,000 വർഷം സഞ്ചരിച്ചാലും
ആകാശത്തിൻ്റെ അറ്റത്തെത്തോ ഇല്ല. ആണ് അനന്തനാ ഭഗവാൻ, അന്തമില്ലാത്തത്, കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അതിന് പറയാനാണ് ഈ ഇതുപോലത്തെ ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം പോലെയുള്ള കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഭഗവാന്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, അത്ര പരമാണു പോലെ ആ ഭഗവാന്റെ അടുക്ക് എത്തുമ്പോൾ. അതുകൊണ്ടാണ് ഭഗവാൻ അനന്തനാണ്. എത്ര പതത്യനുകൽപ്പാഹ, ഈ കാണുന്ന വലിയ പ്രപഞ്ചം ഭഗവാന്റെ ഉള്ളിലെത്തും, ഭഗവാന്റെ അടുക്ക് എത്തുമ്പോൾ പരമാണു പോലെയുള്ളൂ. അതുപോലെയാണ് ഭഗവാന്. സഹാണ്ഡകോടിഭീത്തനന്ത, ഭഗവാനെ അവിടുന്ന് വാസ്തവത്തിൽ അനന്തനാണ്. ആദിയോ അവസാനമൊന്നും ഇല്ലാത്ത ആണ് അവിടുന്ന്. അതെങ്ങനെ അറിയാം? കോടിക്കണക്കിന് ബ്രഹ്മാണ്ടം അവിടുത്തെ അടുക്ക് ഇങ്ങനെ നിസ്സാരമായിട്ട് തീർന്നു. ഇങ്ങനെയല്ലേ ഭഗവാനെ. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യണോ? ഇങ്ങനെയുള്ള ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ തന്നെ, ഭഗവാൻ ദർശനം കൊടുത്താൽ തന്നെ ആൾക്കാരെന്ത് ചെയ്യും? നിസ്സാരം ഓരോന്നാണ് ചോദിച്ചു വാങ്ങാം. വിഷയതൃഷോ നരപശവാഹ, മനുഷ്യരാകുന്ന പശുക്കൾ, വേണ്ടത്ര വിവേകമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണു? യ ഉപാസത്തെ വിഭൂതിർന്ന പരം ത്വാം, അവർ ഭഗവാനെ കണ്ടാൽ പോലും ഭഗവാൻ തന്നെ പ്രത്യക്ഷമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കത് വേണം ഇത് വേണമെന്ന് ഓരോന്ന് ചോദിക്കും. അതാണ് ക്ഷുദ്രം തം കൽപ്പവാടിദ്രുമം അഭിലഷതി വ്രജം വ്യർത്ഥമർത്ഥിവ്രജോയം എന്ന് നാരായണീയത്തിൽ പറഞ്ഞു. ഭഗവാനെ അവിടുന്നാകുന്ന കൽപ്പവൃക്ഷം നമസ്കരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്ന് ചോദിക്കാത്ത പോലും കൊടുക്കുന്ന, മോക്ഷം പോലും കൊടുക്കുന്ന സാക്ഷാ ഭഗവാൻ. ഈ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട് പോലെ ആളുകൾ എന്ത് ചെയ്യും? ഭഗവാനെ എനിക്ക് ഇന്ദ്രൻ്റെ സ്ഥാനം തരുമോ, എനിക്ക് കൽപ്പവൃക്ഷം തരുമോ ഭഗവാനെ എന്നൊക്കെ ചോദിക്കുക. എനിക്ക് ആ സ്വർഗത്തിൽ പോയി ആ കാമധേനുവിൻ്റെ പാലും കുടിച്ച് കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റുമോ ഭഗവാനെ എന്നൊക്കെ ചോദിച്ചു വാങ്ങിക്കുക. എത്ര വിവേകമില്ലായ്മ! അതാ പറയണേ. വിഷയതൃഷോ നരപശവാഹ യ ഉപാസത്തെ വിഭൂതിർന്ന പരം ത്വാം തേഷാമാശിഷ ഈശ തദനു വിനശ്യന്തി യഥാ രാജകുലം. അവർക്കൊന്നും ഇങ്ങനെയാണ് ഭഗവാനെ ഇത്രയൊക്കെ കിട്ടിയിട്ടും അവിടുത്തെ കണ്ടിട്ടും നിസ്സാരം ചോദിക്കണം. അവരോരോന്ന് ആഗ്രഹിക്കണം. പക്ഷെ അതൊന്നും ശരിക്കുള്ളതല്ല. മറ്റ് ദേവന്മാരൊക്കെ തന്നെ അവിടുത്തെ അംശങ്ങളാണ്, ഉണ്ടായതാണ്. അവരില്ലാതാവും, അവിടുത്തെ തന്നെ ലയിക്കും. എന്നിട്ട് അവരെ ഒക്കെ സ്തുതിച്ചുകൊണ്ട് അവരെ സേവിച്ച ആൾക്കാരെ ഓരോന്നും നേടാനായിട്ട് നോക്കും. രാജാക്കന്മാരുടെ വംശം തന്നെ, രാജാക്കന്മാർ തന്നെ ഇല്ലാതാവും. അപ്പം രാജാക്കന്മാരെ ആശ്രയിച്ച് നിൽക്കുന്ന സേവകന്മാർക്ക് വല്ല ഗതിയുണ്ടോ? സ്ഥിരമായിട്ട് രാജാക്കന്മാരെ ആശ്രയിച്ച് സേവകന്മാർ നിൽക്കണം. ആ രാജാക്കന്മാർ തന്നെ നശിച്ചു പോകും, ഇല്ലാതാവുമെങ്കിൽ സേവകന്മാരുടെ കഥ എന്താ? ഇതുപോലെയാണ് ഈ കൊടുക്കുന്ന ഓരോ വരങ്ങൾ കൊടുക്കുന്ന ദേവതകൾ പോലും ഭഗവാനിൽ ചെന്ന് ലയിക്കും അവസാനം. അപ്പം ആ ദേവതകൾ തരുന്ന വരത്തിന് എത്ര കാലമുണ്ട്? ശാശ്വതമായിട്ടുള്ള വല്ല അവസ്ഥയുണ്ടോ? അതുകൊണ്ട് അവിടുത്തെ ഏകാന്ത ഭക്തന്മാർ അവിടുന്നല്ലാണ്ട് മറ്റൊന്നും വേണ്ടെന്നാണ് ശരിക്കും പ്രാർത്ഥിക്കുക. ഇതാണ് ഭക്തന്മാരുടെ ശരിയായിട്ടുള്ള ലക്ഷണം എന്ന് പറയും. പക്ഷേ ഭഗവാനൊരു പ്രത്യേകതയുണ്ട്. അല്പബുദ്ധിയോടുകൂടി സകാമമായിട്ട് ഉപാസിച്ചാൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്യും? അവരുടെ കാമങ്ങൾ ഇല്ലാതാക്കി ഹൃദ്രോഗമാശു അപഹിനോത്യചിരേണ, ആ സർവ്വ അനർത്ഥങ്ങളും വരുന്ന കാമമാകുന്ന ആ ദോഷം ഹൃദയത്തിന് ഇല്ലാതാക്കി അനുഗ്രഹിക്കും. സകാമമായിട്ട് ഉപാസിച്ചാൽ പോലും ഭഗവാൻ അതില്ലാതാക്കി ശുദ്ധീകരിക്കും. എങ്ങനെയാത്? കാമധിയസ്ത്വൈരചിത ന പരമരോഹന്തി യഥാ കരംഭ ബീജാനി. വിത്തുകൾ ഭൂമിയിലിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു വരും. എന്നാൽ ആ വിത്തൊന്ന് വറുത്തിട്ട് ഇട്ടാലോ? ഒന്ന് ചൂടാക്കി നല്ലോണം വറുത്തിട്ട് ആ വിത്തുകളൊന്ന് വിതച്ച് നോക്കുക ഭൂമിയിലിട്ട്. എന്ത് വെള്ളം ഒഴിച്ചാലും എന്ത് വളം ഇട്ടാലും കാര്യമില്ല, അത് മുളച്ചു വരില്ല. ഇതുപോലെയാണ് ഭഗവാനിൽ മനസ്സ് വച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ ഉപാസിക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ആദ്യമൊക്കെ ചിലപ്പോൾ ഓരോ ആഗ്രഹത്തോട് കൂടിയിട്ടാവും. പിന്നീട് ആ ആഗ്രഹങ്ങൾ പോലും ഇല്ലാതായി ശുദ്ധമായ മനസ്സായിട്ട് തീർന്ന് ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം സുഖം ഉണ്ടാവില്ല. ഒരാഗ്രഹമില്ലാതെ മനസ്സ് ശാന്തമായിട്ട് തീരും. ഇതല്ലേ ഭഗവാനെ അവിടുത്തെ ഉപാസിച്ചാലത്തെ പ്രത്യേകത. ചിത്രകേതു പറയാം, കാമധിയസ്ത്വൈരചിത ന പരമരോഹന്തി യഥാ കരംഭബീജാനി. കരംഭബീജങ്ങൾ, വറുത്തിട്ടുള്ള വിത്തുകൾ മുളയ്ക്കാത്ത പോലെ അവിടുത്തേൽ എങ്ങനെ മനസ്സ് വച്ചാലും അതാണ് കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയേത്.
ഇന്ന തരത്തിൽ വേണമെന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഭഗവാനിൽ മനസ്സ് വയ്ക്കൂ, ആ ശുദ്ധമായിട്ട് വന്നോളും മനസ്സെന്ന. ജ്ഞാനാത്മന്യഗുണമയേ ഗുണഗണതോസ്യ ദ്വന്ദ്വജാലാനി. അപ്പോൾ ഗുണഗണത, ഓരോ സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇതിൽ നിന്നാണ് മറ്റാഗ്രഹങ്ങളും എല്ലാം വന്ന് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെയാണെന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു ജിതമജിത തഥാ ഭവത യഥാഹ ഭാഗവതം ധർമ്മമനവദ്യം. എല്ലാ കർമ്മവാസനകളെയും ഇല്ലാതാക്കുന്ന ഭാഗവത ധർമ്മം അങ്ങ് ഉപദേശിച്ചിട്ടില്ലേ? സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അത് സൃഷ്ടിച്ചതോടുകൂടി, അവിടുന്ന് ആ ഭാഗവധർമ്മം ലോകത്തിന് ഉപദേശിച്ചതോടുകൂടി ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മയും വന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മഹത്വം മുഴുവൻ പ്രകാശിതമായി. ആ നിഷ്കാമ കർമ്മം, ആ കർമ്മയോഗം ഭാഗവധർമ്മ ഉപദേശത്തോടുകൂടി. നിഷ്കിഞ്ചനായേ മുനയ ആത്മാരാമായ യോപാസതേപവർഗായ. മറ്റെല്ലാം വിട്ട് ആത്മാരാമന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർ പോലും അവിടുത്തെ ഉപാസിക്കുന്നു, അവിടുത്തെ ഉപാസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള തത്വത്തെ ആ ഭാഗവധർമ്മം സ്വീകരിച്ചുകൊണ്ട് അതിൽ യാതൊരു ദോഷമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ശുദ്ധീകരിക്കുന്നതാണ് ഭാഗവതധർമ്മം. അവിടെ വിഷമമതിർന്ന എത്ര നിണാം, ഞാനെന്നോ എൻ്റെ എന്നോ ശത്രു എന്നോ മിത്രന്നോ ഈ ഭേദങ്ങളൊന്നുമില്ല ഭാഗവധർമ്മത്തിൽ. ത്വം അഹമിതി മമ തവേതി യദന്യത്ര. ഞാൻ എൻ്റെ, നിൻ്റെ, ഞാൻ നീ എന്നൊക്കെ വിചാരം ഒക്കെ ഉള്ളതുണ്ട് മറ്റ് ദിക്കിലൊക്കെ. എന്നാൽ ഭാഗവധർമ്മത്തിൽ അതൊന്നുമില്ല. ആ ഞാനെന്നോ എൻ്റെ എന്നുള്ള ഭേദങ്ങളോ ആ ഭേദവിചാരങ്ങളോ ഇതൊന്നുമില്ല. എന്നാൽ മറ്റുള്ള ദിക്കിലൊക്കെയോ അങ്ങനെയുള്ളതുണ്ട്. അതൊക്കെ വിഷമധിയാ രചിതോ യാഹ. ഞാനെന്നും നിൻ്റെ എന്നും ഒക്കെ ഭേദത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതൊക്കെ സഹി അവിശുദ്ധ, അതൊന്നും ശുദ്ധിയുള്ളതല്ല. അതൊക്കെ അധർമ്മ ബഹുള, അതൊന്നും ഭാഗവധർമ്മല്ല. ഭാഗവധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ, നിൻ്റെ, നീ എന്നൊക്കെ ഭേദമില്ലാതെ സമർപ്പിക്കുന്നതാണ്. ഇത് ലോകത്തിന് ഭഗവാനെ അവിടുന്ന് ഉപദേശത്തോടുകൂടി എല്ലാവർക്കും അവിടുത്തെ മഹത്വം മുഴുവൻ അതിൽ കാണാം ഭാഗവധർമ്മത്തിൽ കൂടെ എന്നുള്ളു. അപ്പം നിഷ്കാമ ഭക്തിയിൽ അധിഷ്ഠിതമാണ് ഭാഗവധർമ്മം. അതാണ് ശരിയായിട്ടുള്ളത്, യാതൊരു ദോഷമില്ലാത്തത്. അതുകൊണ്ടാണ് ആത്മാരാമന്മാരായിട്ടുള്ള സനൽകുമാരാദി യോഗീശ്വരന്മാർ പോലും ഈ ഭാഗവധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ്. അതാണ് ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമാഹ. ഭാഗവതത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, നിഷ്കപടമായിട്ടുള്ള ധർമ്മമാണ് ഭാഗവതത്തിൽ. അതനുഷ്ഠിക്കുന്നവർക്ക് താപത്രയം ഉന്മൂലനം, ഒരിക്കലും വരാത്ത രീതിയിൽ താപത്രയങ്ങൾ, ആധ്യാത്മികാദി വിഷമങ്ങൾ ഇല്ലാതാവും. കക്ഷേമോ നിജപരയോ കിയാനർത്ഥ സ്വപരദ്രുഹാധർമ്മേണ സ്വദ്രോഹാത്തവ കോപ പരസംപീഡയാച തഥാധർമ്മ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവൃത്തികളൊക്കെ അധർമ്മം. അവനവന് തന്നെ വിഷമം ചെയ്യുന്നതൊക്കെ അതും ദോഷം. തനിക്കും അന്യനും ദ്രോഹമുണ്ടാക്കി നിൽക്കുന്ന ധർമ്മം. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാക്കുന്ന ഭാഗവത ധർമ്മമാണ് അനവദ്യമായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത്. യോഗീശ്വരന്മാർ പോലും സ്വീകരിക്കുന്നത് അതാണ് വേണ്ടത്. അപ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതൊക്കെ അധർമ്മം, അവനവനും മറ്റുള്ളവർക്കും നന്മ വരുത്തുന്നതൊക്കെ ധർമ്മം. ഇതാണ് ഭാഗവധർമ്മത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും അതാണ് സ്വീകരിക്കേണ്ടത്. വാക്കിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ ആർക്കും വിഷമം വരാത്ത ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. ന വ്യഭിചരതി തവേക്ഷായയാം ഹ്യഭീതോ ഭാഗവതോ ധർമ്മ സ്ഥിരചരസത്വകദംബേഷ്വപൃഥഗ്ധിയോയം ഉപാസത്തെ ത്വാര്യാഹ. ഇപ്പോൾ ഭഗവത് പ്രാപ്തിക്ക് പറ്റുന്ന ആ ഭക്തിമാർഗ സമ്പ്രദായം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്നും നിലനിൽക്കും. ലോകത്തിന് മുഴുവൻ അതോപകാരമാവും. അവിടെ യാതൊരു ഭേദബുദ്ധി ഉണ്ടാവില്ല. പരമശാന്തമാണ് ഈ ഭാഗവധർമ്മം. പരിശുദ്ധമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഭാഗവധർമ്മമാണെന്ന് പറഞ്ഞു. നഹി ഭഗവൻ അഘടിതമിതം ത്വദ്ദർശനാന്നനാമഖില പാപക്ഷയാം. അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിഷമവും തീരുന്നു. പിന്നെ പറയേണ്ടതുണ്ടോ? എന്താ കാരണം?
എന്നാമ സകൃശ്രവണാത്, ഏതെങ്കിലും പുണ്യാത്മാക്കൾ അവിടുത്തെ നാമം ജപിക്കുന്നത് മറ്റുള്ളവർ കേട്ടാൽ മതി. ദക്ഷയാഗത്തിലൊക്കെ പറഞ്ഞില്ലേ, യദ്യക്ഷരം നാമഗിരേരിതം നൃണാം സകൽ പ്രസംഗാദഘമാശുഹന്തി തത്. അത് ആരെങ്കിലും ജപിച്ചാൽ എന്നാ പറഞ്ഞു. ഇത് ജപിക്കണ്ട, വേറെ ആരെങ്കിലും ജപിക്കുന്ന പുണ്യനാമവർണ്ണങ്ങൾ ഒന്ന് കേട്ടാൽ മതി. എന്നാൽ തന്നെയോ പുൽക്കസകോപി വിമുച്യത്തെ സംസാരാത്, എത്ര അധപ്പതിച്ച് കിടക്കുന്ന ആൾ പോലും ഉയർന്ന പദവിയിലേക്ക് എത്തും. എങ്ങനെ? ഏതെങ്കിലും പുണ്യാത്മാക്കൾ ജപിക്കുന്ന ഭഗവൻ നാമങ്ങൾ കേട്ടാൽ മതി. അപ്പം എത്രയുണ്ട് ഭഗവാന്, അവിടുത്തെ അപാര മഹിമ എന്നൊക്കെ ചിത്രകേതു സംഘർഷമൂർത്തിയെ നേരിട്ട് കണ്ട് പാദത്തിൽ നമസ്കരിച്ച് എന്നിട്ട് പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഭഗവാനെ അഥ ഭഗവൻ വയമധുനാ ത്വദലോക പരിമൃഷ്ടാശയമലാഹം സുരഋഷിണായ ദുദിതം താവകേന കഥമന്യഥാ ഭവതി. അതുകൊണ്ട് അവിടുത്തെ രൂപം കാണാൻ കഴിഞ്ഞ് പാദത്തിൽ നമസ്കരിക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. അവിടുത്തെ ഭക്തനായിട്ടുള്ള നാരദ മഹർഷി ഉപദേശിച്ചനുസരിച്ചാണ് അവിടുത്തെ ഭജിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഉപദേശം ഒരിക്കലും വെറുതെ ആവില്ല. എന്നാൽ നിഷ്ഫലാ ഭവിഷ്യന്തി എന്നാണ്, ഒരിക്കലും നിഷ്ഫലമായിട്ട് തീരില്ല മഹാത്മാക്കളുടെ വാക്കുകൾ. അതുകൊണ്ട് ഭഗവാനെ വിദിതമനന്ത സമസ്തം തവ ജഗദാത്മനോ ജനൈതിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോഹോ കിയദിവ സവിതിരിവ ഖദ്യോതൈഹി. അവിടുത്തെ കഴിഞ്ഞ് വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? അവിടുത്തെ ഒന്നും അറിയിക്കണ്ട. കാരണം എല്ലാവരും അന്തര്യാമിയായിട്ടിരിക്കുന്ന സർവജ്ഞനായിട്ടിരിക്കുന്ന അവിടുന്നാണ്. സൂര്യന് പറ്റാത്തത് മിന്നാമിനിങ്ങിന് പറ്റുക അങ്ങനെയില്ല. സൂര്യന് പ്രകാശിപ്പിക്കാൻ പറ്റണില്ല, എന്നാൽ ഞാൻ പ്രകാശിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് മിന്നാമിനുങ്ങൾ പുറപ്പെടുന്ന പോലെയാണ് അവിടത്തേക്ക് അറിയാത്തത് ഞാൻ അറിയിക്കാൻ പുറപ്പെട്ടാൽ. വിവേകമില്ലാണ്ട് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നമസ്തുഭ്യം ഭഗവതേ സകല ജഗൽ സ്ഥിതിലയോദയേശായ ദുരവസിതാത്മകതയെ കുയോഗിനാംഭിത പരമഹംസായ. സർവപ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തിസ്ഥിതി നാശങ്ങൾക്ക് കാരണമായി സർവസാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാനെ ഇതാ നമസ്കരിക്കണു എന്ന് പറയും. എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോഴാണ് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമുണ്ട്, സാർവവേദാന്ത തത്വം. ഈ ചിത്രകേതുവിൻ്റെ ചരിത്രം, ചിത്രകേതുവിൻ്റെ സ്തുതി, ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം, നാരദ മഹർഷി ആ ജീവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഭാഗങ്ങൾ, ഇത് മാത്രം എത്ര ദിവസങ്ങൾ പഠിക്കാനുണ്ട്. ആ ഉപദേശം, ചിത്രകേതുവിൻ്റെ ആ പ്രകരണം മാത്രം ആ 4 അധ്യായം വേണ്ട പോലെ പഠിക്കുന്നവർക്ക് വേദാന്ത തത്വങ്ങളും മുഴുവൻ അറിയാൻ പറ്റും. സാർവ വേദാന്ത ഒരു പ്രകരണം. അത് ഭക്തി തത്വം വേണോ അത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു. ജ്ഞാനം വേണോ അതിലുണ്ട്. എന്താണ് ശരിയായിട്ടുള്ള ഭാഗവധർമ്മം അതതിലുണ്ട്. ഇതാണ് ജ്ഞാനം കർമ്മച ഭക്തിശ്ച ചിത്രകേതു ഉപാഖ്യാനത്തിൻ്റെ. അതൊന്നും പറഞ്ഞു തീരില്ല, എത്രയോ ദിവസങ്ങളിരുന്ന് ഒരു വലിയ ശാസ്ത്രഗ്രന്ഥം, ഒരു 4 അധ്യായമുള്ള ഒരു ശാസ്ത്രഗ്രന്ഥം പഠിക്കുന്ന പോലെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓരോ ശ്ലോകമെടുത്ത് വ്യാഖ്യാനിക്കണം. നമ്മളത് ചുരുക്കത്തിലൊന്ന് അനുസ്മരിക്കും. ഇത്ര കഴിഞ്ഞപ്പോഴാണ് വേണ്ട ഉപദേശമൊക്കെ കൊടുത്തു. വേണ്ട ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ തത്വം അറിയണ ആൾക്കാണ് എന്നാൽ ജീവിതം സഫലമായിട്ട് തീരുക. അതുകൊണ്ട് ലബ്ധവേഹമാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന സംഭവാം ആത്മാനം യോന ബുദ്ധ്യേത ന ക്വചിച്ഛമാപ്നുയാൽ. ആരാണോ ഈ മനുഷ്യന്മം കിട്ടിയിട്ട് എന്നെ വിചാരം ചെയ്ത് എൻ്റെ തത്വം അറിയാം, അവരാണ് ജീവിതം പാഴാക്കി കളയുന്നവർ. ജീവിതത്തിൻ്റെ മനഃശാന്തി കിട്ടണമെങ്കിൽ എന്നെക്കുറിച്ച് അറിയാൻ കഴിയണമെന്ന് പറയും. എന്നിട്ട് പറയണു, ആൾക്കാരൊക്കെ സുഖം കിട്ടാനും ദുഃഖമില്ലാതാവാനായിട്ട് പ്രയത്നം ചെയ്യും. എന്നിട്ട് നേരെ വിപരീതമാണ്, ദുഃഖം വന്നുകൊണ്ടിരിക്കും, സുഖം വരികയില്ല. ഇതാണ് വിവേകമില്ലാണ്ട്. അതുകൊണ്ട് എന്തു വേണം? വിവേകമുള്ള ആളുകൾ തതോ നിവൃത്തിരപ്രാപ്തിഹി ദുഃഖസ്യച സുഖസ്യച. അതുകൊണ്ട് എന്തു വേണം? മനസ്സ് എന്നിൽ മാത്രം വയ്ക്കണം. ഫലത്തിൽ മനസ്സ് വയ്ക്കാതെ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞില്ലേ, അതുപോലെ സർവ്വതും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യാണ് വേണ്ടത്. എന്നാൽ സർവശ്രേയസ്സുണ്ടാവും. എന്നെ അറിയില്ലാണ് ഏതാവദേവ ജിജ്ഞാസ്യെന്നില്ലേ, ഇങ്ങനെ എൻ്റെ തത്വം അറിയാനായിട്ട് ശ്രമിക്കുക വേണ്ടത്. അതിനുവേണ്ടി എല്ലാ മനുഷ്യരും അപൂർവമായിട്ട് കിട്ടുന്ന ഈ മനുഷ്യജന്മം പാഴാക്കാതെ സത്സംഗം ചെയ്ത് വിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്നാണ്. ചിത്രകേതു
ഇത് കേട്ട് നല്ല വിവേകമായി. പിന്നെ സഞ്ചരിക്കുമ്പോഴാണ് ആ പാർവതിയുടെ ശാപം കിട്ടി. പരമശിവനെ വലിയ സദസ്സിലിരുന്ന് ഇങ്ങനെ ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ദേവി ഒരു ശിക്ഷ കൊടുത്തത്. ഞങ്ങളെ ശാസിക്കാൻ വന്നേക്ക് അസുര സ്വഭാവമല്ലേ കാട്ടിയത്, ഭഗവാനെ നിന്ദിച്ചില്ലേ, അസുരനായി പോകട്ടെ. അമ്മേന്ന് പറഞ്ഞ് ഭാഗത്തിൽ നമസ്കരിച്ചു. എന്താ ശാപമോക്ഷം? ശാപമേ അല്ല, അമ്മമാർ കുട്ടികൾക്ക് വേണ്ടതേ കൊടുക്കുള്ളൂ. അമ്മയ്ക്ക് വിഷമാവണമെന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ശാപം കാരണം ഒരല്പസമയം ഒരസുരനായിട്ട് തീരേണ്ടി വന്നു. ത്വഷ്ടാവിൻ്റെ ഹോമാഗ്നിയിൽ വന്ന് ജനിച്ചു, ആഭിചാര ഹോമാഗ്നിയിൽ ഹോമകുണ്ഡത്തിൽ വന്ന് ജനിച്ചു. ശരീരം മാത്രം ഈ അസുരൻ്റെ, മനസ്സ് മുഴുവൻ ഈ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട് സംഘർഷമൂർത്തിയെ ഭജിച്ച് സംഘർഷമൂർത്തിയെ സാക്ഷാത്കരിച്ച് ആ ഭഗവാന്റെ ഉപദേശം കിട്ടിയിട്ടുള്ള ആൾ, ഇത്ര നാമം ജപിച്ച് നടന്നിട്ടുള്ള ആൾ. അതുകൊണ്ടാണ് പരീക്ഷിത്തെ അവസാന നിമിഷം കഴുത്ത് മുറിച്ച് താഴ്ന്നു വീഴുമ്പോഴും ഹരേന്ന് ജപിക്കാൻ കഴിഞ്ഞത്. അതാണ് പോഷണം. ഭക്തന്മാരെ ഭഗവാൻ രക്ഷിച്ച ചരിത്രമാണ് 6-ാം സ്കന്ധത്തിൽ. അതിലംഘിത മര്യാദ രക്ഷണം പോഷണം, പോഷണം തദനുഗ്രഹ. വഴിവിട്ട് നടക്കുന്നവരെ പോലും എന്നെങ്കിലും നമ്മൾ പറ്റുന്ന സമയത്തൊരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരും. ധർമ്മ ഏവാ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പഠിപ്പിക്കാനായി ഈ കഥകൾ മുഴുവൻ 19 അധ്യായങ്ങളിൽ 851 ശ്ലോകങ്ങളിലായി പോഷണത്തെ വ്യാഖ്യാനിക്കുക. 3-ാം സ്കന്ധം മുതൽ ഓരോ സ്കന്ധത്തിനും പേരുണ്ടല്ലോ. 6-ാം സ്കന്ധം പോഷണം. ഭക്തന്മാർ വഴിതെറ്റി നടക്കുന്നവരെ പോലും അപാര കാരുണ്യം കാണിച്ച് ഭഗവാൻ രക്ഷിച്ച ചരിത്രം. ഇങ്ങനെ ജ്ഞാനം വേണോ, വിജ്ഞാനം, സർവ ജ്ഞാനകർമ്മ ഭക്തി യോഗങ്ങളുടെ മുഴുവൻ സംഗ്രഹം ഓരോ പ്രകരണത്തിൽ കാണാം. അപ്പോൾ ഓരോ പ്രകരണം കേൾക്കുമ്പോൾ മുഴുവൻ ഗ്രഹിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഒരല്പമെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യം. ഇങ്ങനെയുള്ള അവസരം കിട്ടുന്നത് ഇതൊക്കെയാണ് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം ആയിട്ട് നമുക്ക് കരുതാം. ഇനിയുള്ള സന്ദർഭത്തിലും ഓരോ ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിയുന്നത്ര എല്ലാം നമുക്ക് സ്മരിക്കാൻ കഴിയണേ ഭഗവാനെ. എല്ലാം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് അനുഗ്രഹിക്കും. എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരു മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം. സ്വസ്തി പന്ഥാമനുചരേമ സൂര്യാ ചന്ദ്രമസാവിവാ പുനർദദതാഘ്നതാ ജാനതാ സംഗമേ മഹീ. നമോ മഹദ്ഭ്യോ നമോ അർഭകേഭ്യോ നമോ യുവഭ്യോ നമ ആശിനേഭ്യഃ യജാമദേവാൻ യദി ശക്നവാമമാജ്യായ സശംസമാവൃക്ഷിദേവാ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.